ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സെക്സ് എഡ്യൂക്കേഷൻ സീരീസിലെ 5ാമത്തെ പ്രോഗ്രാമാണിത്. 2 വെബിനാറും 2 ക്ലബ് ഹൗസ് ടോക്കും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് മിസ് രതി മനോജ്. ഷീസ് എ പാരന്റിംഗ് കോച്ച്, സർട്ടിഫൈഡ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആൻഡ് ലൈഫ് സ്കിൽസ് കോച്ച്. മിസ് രതി മനോജിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Thank you. Hi, good evening all. സോ നമ്മുടെ സെഷൻ തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ. ഈ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മാസ്റ്റർബേഷനെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മിഥ്യാധാരണകൾ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് മിഥ്യാധാരണകൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്വയംഭോഗം. കാര്യം ഇതിനെപ്പറ്റി ഇപ്പോൾ നോ ഫാപ്പ് ചലഞ്ച് അങ്ങനെ ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് മാസ്റ്റർബേഷനെ കുറിച്ച് പോണോഗ്രഫിയെ കുറിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. യെസ്, അൺസ്റ്റോറി എന്ന് പറഞ്ഞ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, സോ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നമുക്കൊരു വാല്യൂസ് കൈൻഡ് ഓഫ് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സോ വാട്ട് വി വിൽ ഡു ഈസ് എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് അണ്ടിൽ ഐ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. പിന്നെ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചോദിക്കാം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ സംസാരിച്ച് അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ വളരെയധികം ടാബു അല്ലെങ്കിൽ ഷെയിം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാസ്റ്റർബേഷൻ അഥവാ സ്വയംഭോഗം എന്നുള്ളത് കാര്യം. So yeah, I have somebody told that please use English, but this is a Malayalam program and we have mentioned that the session will be in Malayalam. I really like to use Malayalam, but most of our audience are Malayalis, so I'll be talking in Malayalam and I'll be mixing English in between. So sorry for that. Okay, so yeah, so yeah, sorry Abhishek for the inconvenience. Okay, so yes, so വളരെയധികം ടാബു ആയിട്ടുള്ള വളരെയധികം ഷെയിം അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇതോ നമ്മൾ ലൈംഗികത മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയുമെങ്കിലും എസ്പെഷ്യലി നമ്മുടെ കൾച്ചറിൽ നമ്മൾ ലൈംഗികതയെ കുറിച്ച് ഈവൻ പങ്കാളികൾ തമ്മിൽ തന്നെ ഒരു തുറന്ന സംസാരം ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഈ സെക്സ് എന്നുള്ളത്, അതായത് ലൈംഗികത എന്നുള്ളത് പ്രൊക്രിയേഷന് മാത്രം, അതായത് സന്താനോൽപാദനത്തിന് മാത്രം അല്ലെങ്കിൽ പ്രൊക്രിയേഷന് മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു തുറന്ന സംസാരമൊന്നും ഉണ്ടാവാറില്ല. മാസ്റ്റർബേഷനെ കുറിച്ച് ഒരുപാട് മിഥ്യകൾ ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണവും ഈ തുറന്ന സംസാരവും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലായ്മയും ഒരു കാരണമാണ്. സോ എന്താണ് സ്വയംഭോഗം അല്ലെങ്കിൽ വാട്ട് ഈസ് മാസ്റ്റർബേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് യു ക്യാൻ ആൻസർ ദാറ്റ് ഐ നോ വാട്ട് ഈസ് മാസ്റ്റർബേഷൻ? I'll be using English in between, so sorry for that because I'm used to take sessions in English mostly. So yes, Niharika, go ahead. Masturbation according to me is a way of Malayalam. സ്വയംഭോഗം എന്താണ് സെൽഫ് പ്ലഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് in one word. So somebody put it in the chat that it's sex with yourself. Yes, exactly. It is sex with yourself and it's self-sex, we can call it as. So സ്വയംഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ തൊടുകയോ സ്പർശനത്തിലൂടെയോ തലോടലിലൂടെയോ ഉത്തേജിപ്പിച്ച് ലൈംഗിക സുഖം കണ്ടെത്തുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ഈ ശരീരഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലിംഗമാവാം, യോനി ആവാം, ക്ലിറ്റോറിസ് ആവാം, ഇല്ലെങ്കിൽ വൃഷ്ണങ്ങളാവാം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ബ്രസ്റ്റ്
or it can be any of the body parts. So എവിടെയാണോ ഉത്തേജനം നൽകുന്ന ശരീരഭാഗങ്ങൾ അവിടെ സ്പർശിച്ചുകൊണ്ടോ തൊട്ടുകൊണ്ടോ തലോടി കണ്ടോ ലൈംഗിക സുഖം കണ്ടെത്തുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഒരു ചരിത്രം, എന്തിനും ഒരു ചരിത്രം ഉണ്ടല്ലോ. സോ നമ്മള് കാമസൂത്രയുടെ നാടാണ് ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ചരിത്രം നോക്കുകയാണെങ്കിലും ഈ റിലീജിയസിന്റെ മതങ്ങളുടെ ഒരു മതങ്ങളുടെ ഒരു ഇന്റർഫിയറൻസ് മൂലം ഈ സ്വയംഭോഗം പണ്ട് കാലം മുതലേ ഒരു തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. ഈവൻ അതൊരു മാനസിക രോഗമായിട്ട് വരെ കണ്ടിരുന്നു ഒരു കാലത്ത്. സോ പിന്നീട് പല പഠനങ്ങളും നടന്ന് ഇതൊരു മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്, ലൈംഗികതയുടെ ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി ഇതിനെ ഒരു മാനസിക രോഗമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പഠനങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് ഇപ്പോ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, ഇറ്റ്സ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മതങ്ങൾ അല്ലെങ്കിൽ ചില സ്പിരിച്വൽ വേ ഓഫ് തിങ്കിങ് ഉള്ളവരെല്ലാം ഇപ്പോഴും സ്വയംഭോഗം ഒരു തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് പ്ലഷർ, അതായത് സ്വയം സുഖം കണ്ടെത്തുന്നത് ഒരു തെറ്റാണെന്നാണ് പല മതങ്ങളും വിശ്വസിക്കുന്നത്. അതുപോലെ പ്രൊക്രിയേഷൻ, ഞാൻ പറഞ്ഞ പോലെ അടുത്ത തലമുറ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സെക്സ്, ലൈംഗികതയുടെ പ്രധാന ഉദ്ദേശം എന്നാണ് പല മതങ്ങളും പറഞ്ഞു പഠിപ്പിക്കുന്നത്. പിന്നെ പാർട്ട്നേർഡ് സെക്സ്, അതായത് ഈ സെക്സ്, ലൈംഗികത എന്നുള്ളത് കാര്യം ഒരു പാർട്ട്ണറുടെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തോന്നൽ പലർക്കുമുണ്ട് എന്നുള്ള കാര്യവും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സോ മതങ്ങളുടെ ഒരു ഇതാണ്. അതുപോലെ തന്നെ കൾച്ചർ ഡിഫറൻസ്, കൾച്ചറും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പണ്ട് മുതലേ സ്വയംഭോഗം ഒരു തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിൽ വരെ അതൊരു മാനസിക രോഗമായാണ് ഒരുപാട് കാലത്തേക്ക് കണ്ടിരുന്നത്. പിന്നെ ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളും കഴിഞ്ഞ് ഈവൻ ഈ സെൽഫ് പ്ലഷർ എന്നുള്ള കാര്യം, ഈവൻ ഗർഭസ്ഥ ശിശു വരെ സെൽഫ് പ്ലഷർ കണ്ടെത്താറുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് ഇതൊരു മാനസിക രോഗമല്ല എന്നുള്ള രീതിയിലോട്ട് ഉള്ള കൺക്ലൂഷനിലോട്ട് എത്തിയത്. സോ എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇത്രയും ഒരു ടാബു വരാൻ കാരണം മാസ്റ്റർബേഷൻ? വാട്ട് യു തിങ്ക്? ആൻഡ് ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ നോക്കുന്നത്. കാരണം മാസ്റ്റർബേഷൻ പോലുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് അതിന്റെ മിത്തിനെ കുറിച്ചും ഈ ടാബുവിനെ കുറിച്ചും മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ പിന്നെ മാസ്റ്റർബേഷൻ അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ അഡിക്ഷൻ അത് റിയൽ ആണോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളതിനൊക്കെ. എന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. സോ എനിക്കൊരു ഇവിടെ മെസ്സേജ് കണ്ടപ്പോൾ ചോദിച്ചതാ. ഓക്കെ. സോ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇഫ് യു ഹാവ് ഹേർഡ് സംതിങ് അബൌട്ട് masturbation, you can clear it out. Mainly guilt associated with society, religion and peers. Yes. Sex itself. Yes. Okay. So sex itself is a big taboo. But ഇപ്പൊ നമ്മൾ എന്താണ് ഇത്ര അധികം മാസ്റ്റർബേഷനെ കുറിച്ച് സംസാരിക്കുന്നത്? കാരണം നമ്മളിപ്പോ സദാചാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് വി ബിലീവ് ദാറ്റ് മൊറാലിറ്റിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വാലിറ്റിയെക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൊറാലിറ്റിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് മൊറാലിറ്റിക്ക് കൊടുക്കുന്നത്. അല്ലാതെ പ്ലഷർ എന്നുള്ള ഒരു കാര്യം ഒരിക്കലും നമ്മൾ സംസാരിക്കാറില്ല. ഈവൻ അതാണ് ഞാൻ പറഞ്ഞത്, ഈവൻ കപ്പിൾസ് തമ്മിൽ, പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിക്കാറില്ല പ്ലഷർ എന്നുള്ള ഒരു കാര്യം. So I'll share my screen. Actually, I have a PPT, so I'll share my screen. So we covered this, what is masturbation എന്നുള്ളത്. പിന്നെ നമ്മൾ അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു. പണ്ട് കാലത്തും ഇതൊരു തെറ്റായിട്ടാണ് വിചാരിച്ചിരുന്നത്. ആൻഡ് നെക്സ്റ്റ് എങ്ങനെ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ആക്ച്വലി സെൽഫ് സെക്സ് ആണെന്ന് പറയുമെങ്കിലും ഈവൻ പാർട്ട്നേർഡ് ആയിട്ട് മാസ്റ്റർബേഷൻ ചെയ്യാം. പക്ഷെ പാർട്ട്ണറായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടത് കൺസെന്റ്. യു ഹാവ് ടു ആസ്ക് കൺസെന്റ്
from the partner who are your you are associating with or something, going to do the partnered sex, partnered masturbation. So normally masturbation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗത്തെയോ അല്ലെങ്കിൽ ക്രിസരിയോ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് മിക്കവാറും മാസ്റ്റുർബേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സെക്സ് ടോയ്സ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾ ദിസ് ഇസ് നോർമൽ. മാസ്റ്റുർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ജൈവികമായ ഒരു കാര്യമാണെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഗർഭസ്ഥ ശിശു വരെ ഈ പ്ലഷറിന് വേണ്ടി ലൈംഗികമായി ഈ ജനനേന്ദ്രിയങ്ങൾ ഉത്തേജിപ്പിക്കാറുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അത്രയും നാച്ചുറൽ ആയിട്ട് ഒരു കാര്യമാണ് ഇത്. എന്താണ് മാസ്റ്റുർബേഷൻ കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്? വാട്ട് ഈസ് ദ ഹെൽത്ത് ബെനിഫിറ്റ്സ്? കാരണം നമ്മളിപ്പോ വളരെയധികം മാസ്റ്റുർബേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കേൾക്കാറുണ്ട്. മാസ്റ്റുർബേഷൻ പാപമല്ല, അല്ലെങ്കിൽ അതിനുള്ള ഗിൽറ്റും ഷെയിമും നമ്മൾ നീക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഇതിനെപ്പറ്റി ഒരുപാട് സംസാരങ്ങൾ, ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നത്? Have you heard, is there any health benefits for the same? I'm not able to see the chat, so anybody can read the chat because I'm screen sharing. Yeah, it increases mental health, weight loss, good sleep and relaxation, reduces stress. So weight loss, no. വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. സോ ആക്ച്വലി അതിന്റെ ഒന്നാമത്തെ ആൻഡ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് അവർ ബോഡി. അതായത് ഓരോ ബോഡിയും ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ഓരോ ശരീരവും പ്ലഷർ അനുഭവിക്കുന്ന, അതായത് ലൈംഗിക സുഖം അനുഭവിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. സോ സ്വയംഭോഗം ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സ്പർശനമാണ് നമുക്ക് സുഖം തരുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്പർശനമാണ് നമ്മുടെ ബോഡി ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ സെക്ഷൽ പ്രിഫറൻസസ് എന്താണ് എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് വി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇറ്റ്. അവർ സെക്ഷൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഹൗ അവർ ബോഡി റിയാക്ട്സ് സെക്ഷലി, ഹൗ അവർ ബോഡി റിയാക്ട്സ് സെക്ഷലി എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആൻഡ് അത് മാത്രമല്ല, ഇത് ലൈംഗികതയെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പാർട്ട്നേർഡ് സെക്സിലാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നമ്മുടെ പാർട്ട്ണറെ പറഞ്ഞ് സെക്ഷൽ പാർട്ട്ണർ മനസ്സിലാക്കാനും അതുമൂലം ലൈംഗിക ജീവിതം വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ ഇറ്റ് റെഡ്യൂസ് സ്ട്രെസ്. കാരണം ഇത് ഹാപ്പി ഹോർമോൺസ്, ഓർഗാസം ഉണ്ടാകുമ്പോൾ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡി റിലീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു റിലാക്സ്. അത് മാത്രമല്ല, ഈ ഹെൽപ്പ് ടു റിലാക്സ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്സിലെ വേറൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ സ്ത്രീകളില് ഈ മാസ്റ്റുർബേഷൻ പീരീഡ് ക്രാംസ് കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ ഉണ്ട്. സോ പെയിൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രെസ്, ഇതെല്ലാം ടെൻഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് മാസ്റ്റുർബേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് വി സെഡ്, ഇറ്റ്സ് എ സെൽഫ് സെക്സ്, ദർ ഇസ് നോ റിസ്ക് ഓഫ് പ്രഗ്നൻസി ആൻഡ് STDs. പിന്നെ STDs എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, ബട്ട് കാരണം ഇഫ് എനിബഡി യൂസിങ് സെക്സ് ടോയ്സ് ടു മാസ്റ്റുർബേറ്റ്, അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ യെസ്, ദർ ഇസ് എ ചാൻസ് ഓഫ് STDs. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്സ് ടോയ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് കോണ്ടംസ് ഓൺ ദ സെക്സ് ടോയ്സ്, അങ്ങനെ യൂസ് ചെയ്യണം. സോ എനിക്ക് ചാറ്റ്സ് കാണാനില്ല. സോ സംബഡി ഹാസ് ടു ടെൽ മീ അബൌട്ട് വാട്ട്സ്. എനിക്ക് സൗണ്ട് കേൾക്കാം. സോ ചാറ്റ്സ് അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് തരണേ ആരെങ്കിലും കോർഡിനേറ്റേഴ്സിലെ. So pregnancy, STDs ഉണ്ടാവില്ല, no sexually transmitted diseases and no risk of pregnancy. അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ ഒരു നാട്ടിലെ, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ബിഫോർ മാരേജ് വളരെയധികം ടാബു ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഫ് ദേ വാണ്ട് ടു enjoy the sexual pleasure, or if they want to feel the sexual pleasure, masturbation is the best way to
ഹാവ് ഇറ്റ്. പിന്നെ പ്രൊമോട്ട്സ്, ഞാൻ പറഞ്ഞ പോലെ പ്രൊമോട്ട്സ് ദ റിലീസ് ഓഫ് എൻഡോർഫിൻസ്, ഹാപ്പി ഹോർമോൺസിന്റെ ഇത് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. സോ ഇറ്റ് റെഡ്യൂസ് ദ സ്ട്രെസ് ആൻഡ് ഹെൽപ്പ് ടു റിലാക്സ്. സോ ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ചാറ്റ്സ്. രതി, ഹലോ. എക്കോ ഇല്ലാന്ന് വിചാരിക്കുന്നു. കമന്റ് സെക്ഷൻ ഏറ്റവും കൂടുതൽ സെക്ഷൽ ഓർഗാസം എൻജോയ് ചെയ്യുന്നത് ത്രൂ മാസ്റ്റുർബേഷൻ ആണ്. കാരണം അതിന്റെ ഒന്നാമത്തെ കാരണം ദേ നോ ഹൗ ദെയർ ബോഡി റിയാക്ട്സ്. സോ ദ കൺട്രോൾ ഇസ് ഇൻ ദ പേഴ്സൺ ഇറ്റ് സെൽഫ്. ആ പേഴ്സൺ ആണ് മാസ്റ്റുർബേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മൂവ്മെന്റും അല്ലെങ്കിൽ എവിടെയൊക്കെ സ്പർശിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പല വ്യക്തികളും പറഞ്ഞത് അവർക്ക് ഏറ്റവും നന്നായി അവര് ഓർഗാസം അനുഭവിച്ചത് അല്ലെങ്കിൽ എൻജോയ് ചെയ്തത് സ്വയംഭോഗം മൂലം എന്നാണ്. പിന്നെ ഈവൻ ഇത് ഇപ്പോ പാർട്ട്നേർഡ് മാസ്റ്റുർബേഷൻ ആണെങ്കിൽ അത് ദമ്പതികൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ട്ണർമാർ തമ്മിലുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ സ്നേഹം ഇതെല്ലാം കൂടുതലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഹാവ് എ ലിറ്റിൽ മോർ ലൈക്ക് എ ഗുഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. ദി ക്യാൻ ഹാവ് എ ഓപ്പൺ conversation, and masturbation won't reduce weight. I will come back to the myths. Myths ഞാൻ എന്തായാലും മിത്സിന് തന്നെ നമുക്കൊരു സെഷൻ ഉണ്ട്. സോ ഐ ടോക്ക് അബൌട്ട് ദാറ്റ്. സോ അങ്ങനെയൊക്കെ ഇത് പങ്കാളികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷനും എല്ലാം ഒരു വഴി തെളിക്കും ഈ പാർട്ട്നേർഡ് മാസ്റ്റുർബേഷൻ. പിന്നെ ഇപ്പോ ചിലർക്ക് ഫോർ എക്സാമ്പിൾ ചിലർക്ക് പാർട്ട്നേഴ്സ് തന്നെ പലരുടെയും ലിബിഡോ, അതായത് ലൈംഗിക താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. സോ ഒരു പാർട്ട്നേർഡ് സെക്സിൽ ഒരാളുടെ ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തി മുഴുവനായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ, കാരണം ലിബിഡോ വ്യത്യസ്തമായിരിക്കും. മേ ബി ഒരു പാർട്ട്ണർക്ക് ലിബിഡോ കൂടുതലായിരിക്കും, മറ്റേ പാർട്ട്ണർക്ക് ലിബിഡോ കുറച്ച് ലൈംഗിക താല്പര്യം കുറച്ച് കുറവായിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതിന് വേണ്ടി മാസ്റ്റുർബേഷൻ ചെയ്യാം. അതിലൊന്നും ഒരു തെറ്റോ കുറ്റമോ ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. സോ നമുക്ക് ഇനി മിത്സിലോട്ട് പോവാം. സോ ഐ വോണ്ട് ടു ഹിയർ ഫ്രം യു ആക്ച്വലി. നിങ്ങൾ എന്തൊക്കെയാണ് മിത്സ് കേട്ടിരിക്കുന്നത് എന്ന്? കാരണം ഒരുപാട് മിത്സ് കേട്ടിട്ടുണ്ടാവും. യൂസ് ചാറ്റ് ബോക്സ് ഓർ ടോക്ക്, ബോത്ത് ആർ ഫൈൻ. Yeah, weight loss, pimples. മാം, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരെണ്ണമാണ് മാസ്റ്റുർബേഷൻ ഇൻ മെയിൽസ്, മാസ്റ്റുർബേഷൻ ക്യാൻ കോസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല, ഇങ്ങനെ കേട്ട ഒരു കാര്യമാണ്. Okay. So masturbation can, height വെക്കും, hair fall, weight loss, കാഴ്ച കുറയും. ഓക്കെ. ആൻഡ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഹാവ് യു എവർ തിങ്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ മാസ്റ്റുർബേഷനിലായാലും പാർട്ട്ണർ സെക്സിലായാലും ഇത് പ്ലഷർ ആൻഡ് എന്റെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആണ്, ഞാൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണം. സോ ഇത് പാർട്ട്ണർ സെക്സിലായാലും പ്ലഷർ ആൻഡ് ഓർഗാസം ആണ് ഇതിന്റെ ബൈ പ്രോഡക്റ്റ്. സോ ഈ ഒരു പാർട്ട്ണർ സെക്സിന് ഇല്ലാത്ത ടാബൂസ് എന്തുകൊണ്ടാണ് മാസ്റ്റുർബേഷന് വരുന്നത്?
മെയിൻലി അത് ഈ പറഞ്ഞ പോലെ റിലീജിയസിന്റെയും സ്പിരിച്വാലിറ്റിയുടെയും പ്ലഷറിന്റെയും ഒക്കെ കാരണമാണ് ഈ ടാബൂസ്. ഇതാണ് അതിന്റെ അടിസ്ഥാന കാരണം. റിലീജിയസ് ചിന്തകൾ, മതപരമായ ചിന്തകൾ, സാംസ്കാരികപരമായ ചിന്തകൾ, ഇതാണ് മെയിൻ ആയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ടാബൂസ് ആൻഡ് മിത്സ് വരാനുള്ള കാരണം. കാരണം പാർട്ട്ണർ സെക്സിന് നമ്മൾ ആരും പറയുന്നില്ല കൂടുതൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂടുതൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവും, കണ്ണ് കാണാതെയാവും, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരും എന്നൊന്നും പാർട്ട്ണർ സെക്സിന് ആരും പറയുന്നില്ലല്ലോ. പക്ഷെ പിന്നെ എന്താണ് മാസ്റ്റർബേഷൻ മാത്രം? എനി തോട്ട്സ് ഓൺ ദാറ്റ്? റിലീജിയൻ കൾച്ചറും എനി പ്ലഷർ, എസ്പെഷ്യലി സെക്ഷൽ പ്ലഷർ ഭയങ്കര സിന്നായിട്ട് കാണുന്ന ഇതാണ് റിലീജിയസ്. ആസ് ഐ സെഡ്, പ്രോക്രിയേഷൻ മാത്രമാണ് സെക്ഷൽ പ്ലഷർ, സെക്സിന്റെ അന്തിമ ലക്ഷ്യം എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക മതങ്ങളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അതൊന്ന്. പിന്നെ എനിത്തിങ് എൽസ്? മാം ഓക്കെ. ഹലോ. ഇൻ മെയിൽസ് ഇപ്പൊ മാസ്റ്റർബേഷൻ എവരിഡേ ചെയ്യണത് പ്രശ്നമാണോ? എവരിഡേ മാസ്റ്റർബേഷൻ ഒരു പ്രശ്നമില്ല. സോ ഐ വിൽ ഗോ ടു ദ മിത്സ്. ഐ വിൽ ജസ്റ്റ് ഷെയർ മൈ സ്ക്രീൻ അഗൈൻ, ദെൻ ഐ വിൽ ടേക്ക് യുവർ ക്വസ്റ്റ്യൻസ്. യെസ്. അതായത് പൊതുവെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകൾ അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള മെയിൽ പ്രയോറിറ്റി അല്ലെ പ്രിവിലേജസ് കൂടുതലുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു പരിധിയിൽ അമിതമായി ഈ ഒരു ലൈംഗിക ആസക്തിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആണിന്റെ അടിമത്തത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനോ ചാൻസസ് ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണം മെറിറ്റൽ സ്റ്റാറ്റസിന് ശേഷം മാത്രം, അതായത് മാരീഡ് ആയിക്കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ പാർട്ട്ണറിനൊപ്പം മാത്രം സെക്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ടാബു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു ആണിന് അടിമയായതിനു ശേഷം മാത്രമായിരിക്കും ഈ ഡിസയർ എന്താണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആണ് പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആണ് എങ്ങനെ ആളെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ച് മാത്രമായിരിക്കും ആ ഒരു സംഭവം എന്താണെന്നുള്ള അറിയണം. അപ്പൊ അതിൻ്റെ അകത്ത് വേറെ ശരികളോ തെറ്റോ അറിയുന്നതിന് മുമ്പ് തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് തെറ്റാണ്, ഇതിന് മറുപുറം ഒരു ശരിയില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇത് അറിയാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ അവർ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാൻസസ് കിട്ടുന്നില്ല. കാരണം അവരുടെ ബോധ മനസ്സിലേക്ക് കുട്ടിച്ചത്തിലെ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ പ്രോബബിലി ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ആണുങ്ങൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു 5th അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇത് അറിഞ്ഞ് ഇങ്ങനെയുള്ള മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 25 വയസ്സിന് ശേഷവും ഇതിനെപ്പറ്റി അറിയാത്തവരുടെ അളവാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇങ്ങനെ ഒരു ടാബു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്ത്രീകള് അല്ലെങ്കിൽ സെക്സിനെ പറ്റി അറിയുന്നത് വലിയൊരു തെറ്റാണെന്ന് പഠിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരത് അന്വേഷിച്ച് പോവില്ല. അതുകൊണ്ടായിരിക്കണം സ്ത്രീകളുടെ സെക്ഷൽ പ്ലഷറിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെയധികം കാലമൊന്നും ആയിട്ടില്ല. മേ ബി ഒരു 2090s ഒക്കെ, എൻഡ് ഓഫ് 90s അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 2000-ലൊക്കെയാണ്, 20th സെഞ്ചുറിയിലൊക്കെയാണ് നമ്മൾ ഫീമെയിൽ സെക്ഷുവാലിറ്റിനെ കുറിച്ച്, ഫീമെയിൽ സെക്ഷൽ പ്ലഷറിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. സോ സെക്ഷൽ പ്ലഷർ എന്നുള്ള ഒരു കാര്യം സ്ത്രീകളുടെ റൈറ്റ് അല്ല എന്നുള്ള വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോ പറഞ്ഞ പോലെ അതിന്റെ കാരണം അടിമയാക്കി വെക്കുക, പാട്രിയാർക്കി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. സോ അതുകൊണ്ട് മാത്രമായിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളോട് മാത്രം പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു മിത്സ്. പക്ഷെ ഇത് പുരുഷന്മാർക്കും പുരുഷന്മാരല്ലേ ഈ മിത്തുകൾ കൂടുതൽ വിശ്വസിക്കുന്നതും ഗിൽഡ് ഫീൽ ചെയ്യുന്നതും എല്ലാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി വി തിങ്ക് ദാറ്റ് ദ മെയിൽ ഹാസ് സോർട്ടഡ് ഔട്ട്. പക്ഷെ പുരുഷന്മാർ ഇത് സോർട്ട് ചെയ്തിട്ടില്ലല്ലോ ആക്ച്വലി. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മിത്സ് വരുന്നതെന്ന്. സോ ഫസ്റ്റ് ഇവിടെ ആരോ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി. പക്ഷെ എന്താണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്? കാരണം സ്പേം ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്പേം പ്രൊഡക്ഷൻ നിൽക്കും എന്നൊക്കെ ആയിരിക്കും പലരും ഈ മാസ്റ്റർബേഷനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സെക്സ് ചെയ്യുമ്പോഴും ഈ സ്പേം ഒക്കെ തീർന്നു പോണ്ടേ? ഓൺലി എന്താ മാസ്റ്റർബേഷൻ മാത്രം? പക്ഷെ സെക്സിനെ കുറിച്ച് നമ്മൾ ആരും പറയുന്നില്ലല്ലോ. സെക്സിനെ കുറിച്ച് ആരും പറയുന്നില്ല നിങ്ങൾക്ക് ഇത്ര പ്രാവശ്യം മാത്രമേ ആഴ്ചയിൽ സെക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇത്ര പ്രാവശ്യം മാത്രമേ സെക്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നില്ലല്ലോ. സോ അതിന് നമ്മളൊരു ലിമിറ്റ് വെക്കാത്തപ്പോൾ എന്തിനാണ് മാസ്റ്റർബേഷന് മാത്രം ലിമിറ്റ് വെക്കുന്നത്? രണ്ടിലും ഇജാക്കുലേഷൻ ഉണ്ടാവും, രണ്ടിലും ഓർഗാസം സംഭവിക്കാം. സോ
ഇൻഫെർട്ടിലിറ്റി സെക്സിൽ പാർട്ട്നേർഡ് സെക്സിൽ ഉണ്ടാവാത്ത എന്ത് ഇൻഫെർട്ടിലിറ്റിയാണ് മാസ്റ്റർബേഷൻ ഉണ്ടാവാൻ പോകുന്നത്? സോ തന്നെ ഈ സ്പേം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും നിന്നു പോകുന്നതല്ല. ഇത് ബോഡിയിൽ 24 hours എന്ന് പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സെൽസ് ആണ് സ്പേംസ് എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഒരു സ്പേം ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സ്പേം മെച്യൂർ ആവാൻ 3 months എടുക്കും. പക്ഷേ എന്നാലും ബോഡി കണ്ടിന്യൂസ് ആയി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സ്പേം എന്ന് പറയുന്നത്, ഒരു സെല്ലാണ് സ്പേം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ യാതൊരുവിധ ചാൻസും ഇല്ല. മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടും അതുകൊണ്ട് ഇജാക്കുലേറ്റ് ചെയ്തുകൊണ്ട് സ്പേംസ് പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഒന്നും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ലോവർ സെക്സ് ഡ്രൈവ് എന്ന് പറയാനായിട്ട് ഇതിന്റെ പിന്നെ പുറകിൽ വന്ന ഒരു കാര്യം ഇതായിരിക്കും. ഇപ്പൊ പാർട്ട്നേർഡ് സെക്സിന് മുമ്പ് ആരെങ്കിലും ഇപ്പൊ മത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇത് ഇറക്ഷൻ ടൈം എടുത്തേക്കാം. It is a natural thing. Man takes time for the next act. So അതുകൊണ്ട് അത് ടൈം എടുത്തേക്കാം. പക്ഷെ അതിന്റെ അർത്ഥം സെക്സ് ഡ്രൈവ് കുറയുമെന്നല്ല. സെക്സ് ഡ്രൈവ് അതൊക്കെ ആയിട്ടുകൊണ്ട് സെക്സ് ഡ്രൈവ് കൂടാനോ മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ട് സെക്സ് ഡ്രൈവ് കുറയാനോ പോകുന്നില്ല. അഗൈൻ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുമെന്ന് പറയുകയാണെങ്കിൽ സെക്സ് ചെയ്യുമ്പോഴും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരണ്ടേ? സോ ഇത് മതങ്ങൾ കൂടുതലും സെൽഫ് പ്ലഷർ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഇത് പേടിപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു കാര്യം സെൽഫ് പ്ലഷർ എന്നുള്ള ഒരു കാര്യം നിർത്താൻ പറ്റൂ എന്നുള്ള ഒരു ബേസിലാണ് ഈ വക മിത്തുകൾ ഉണ്ടായിട്ടുള്ളത്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വേറെ ശാരീരികമായ പല കാരണങ്ങളും ഉണ്ടാവാം. മാസ്റ്റർബേഷൻ അതിനൊരു കാരണമേ അല്ല. അഗെയിൻ അസോസ്പേമിയ, സ്പേമുകൾ ഇല്ലാത്ത ഒരവസ്ഥ വരിക, അത് മാസ്റ്റർബേഷന് കാരണമല്ല. നമ്മൾ ആദ്യം പറഞ്ഞു മെയിൽ ബോഡി പ്രൊഡ്യൂസ് സ്പേംസ് എവറി ഡേ. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അസോസ്പെർമിയ വരുന്നത് ഒരിക്കലും മാസ്റ്റർബേഷൻ ചെയ്തത് കൊണ്ടല്ല. ആൻഡ് മസിൽ വീക്ക്നെസ് ആൻഡ് ഡ്യൂ ടു ലോസ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ, ഇത് ഒരു പ്രധാന കാരണമാണ്. ആൻഡ് ഇത് എല്ലാവരും വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഫീൽ ടയേർഡ്. അതിന്റെ ആ ടയേർഡ് ആവുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റിലാക്സ് ആവുന്നു, മൈൻഡ് റിലാക്സ് ആവുന്നു, ടെൻഷൻ കുറയുന്നു, സ്ട്രെസ് കുറയുന്നു, ഹാപ്പി ഹോർമോൺസ് ബോഡി ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം തോന്നുന്നതും ടയർഡ്നെസ് തോന്നുന്നതും ബോഡി റിലാക്സ് ആവുന്നതുകൊണ്ടാണ്, ബ്രെയിൻ റിലാക്സ് ആവുന്നതുകൊണ്ടാണ് ഈ ക്ഷീണം തോന്നുന്നത്. അത് ഈവൻ പാർട്ട്നേർഡ് സെക്സിലും ആഫ്റ്റർ ദ ആക്ട് to the orgasm, people feel tiredness. ആ സെയിം ടയർഡ്നെസ് ആണ് ഓർഗാസം ഉണ്ടായി കഴിയുമ്പോൾ മാസ്റ്റർബേഷനിൽ കൂടെയും ഉണ്ടാവുന്നത്. അല്ലാതെ അതിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മസിൽ വീക്ക്നെസ് അല്ല. ബിക്കോസ് യുവർ ബോഡി ഈസ് റിലാക്സ്ഡ്, യുവർ ബ്രെയിൻ ഈസ് റിലാക്സ്ഡ്, ദാറ്റ്സ് വൈ ദിസ് ടയർഡ്നെസ് ഈസ് ഹാപ്പനിങ്. ലോസ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ ലോസ് ആയി പോകും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി അല്ലേ. അത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വോണ്ട് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ സെമന്റെ ഒപ്പം ഒരിക്കലും ടെസ്റ്റോസ്റ്ററോൺ ലോസ് ആയി പോവില്ല. ടെസ്റ്റോസ്റ്ററോൺ ഓൾസോ ബോഡി പ്രൊഡ്യൂസ് ഒരു ബോഡിക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത് ബോഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ലേസിനെസ് ആൻഡ് ടയർഡ്നെസ്, ഐ ഓൾറെഡി സ്പോക്ക് അബൌട്ട് ഇറ്റ്. ലേസിനെസ് ആൻഡ് ടയർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ബോഡി റിലാക്സ് ആയതുകൊണ്ട് തോന്നുന്ന ഒരു ഇതാണ് ഉറക്കം വരുന്നത്, കുറച്ചു നേരത്തേക്ക് ബോഡി ടയർഡ് ആവുന്നത്. ആൻഡ് ഹെയർ ലോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ കഷണ്ടിയുള്ളവരെല്ലാം കൂടുതൽ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടാണ് ഹെയർ ലോസ് ഉണ്ടായെന്ന് പറയേണ്ടി വരും. അഗൈൻ അതിനും സയന്റിഫിക് ആയിട്ടുള്ള ബാക്കപ്പ് ഒന്നുമില്ല. കോസ് ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇൻഫെർട്ടിലിറ്റിയും ഇതൊക്കെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഡ്രൈവ് കുറയാ എന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട്ണർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാസ്റ്റർബേഷൻ ചിലപ്പോൾ വേറെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കണമെന്നില്ല. കാരണം ബോഡി ടേക്സ് ടൈം ഫോർ ദ നെക്സ്റ്റ് ഇറക്ഷൻ ഫോർ ദ മെയിൽ മെമ്പർ. സോ അതുകൊണ്ട് ചിലപ്പോൾ തോന്നാം അയ്യോ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഇതായിരിക്കാം ഈ ഒരു മിത്തിന് കാരണം. വെയിറ്റ് ലോസ്
ക്യാൻ ബി ഫോർ അതർ റീസൺ. മാസ്റ്റുർബേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ബോഡി ബിൽഡേഴ്സ് മാസ്റ്റുർബേറ്റ് ചെയ്യാൻ പാടില്ല. മാസ്റ്റുർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റില്ല, മസിൽസ് ബിൽഡ് ആവില്ല. കാരണം അഗെയിൻ ലോസ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവുന്നത് കൊണ്ട് ലോസ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ നഷ്ടപ്പെടുന്നത് വഴി മസിൽ ഉണ്ടാവില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ സെക്സിനും പോകാൻ പറ്റില്ലല്ലോ. സോ കാരണം അപ്പോഴും they might lose testosterone, right, when they have ejaculation. സോ ഇതെല്ലാം ഒരു തെറ്റായ ധാരണകളാണ്, മിഥ്യകളാണ്. ഇതിനൊരു സയന്റിഫിക് ബാക്കപ്പോ അല്ലെങ്കിൽ പഠനങ്ങൾ തെളിയോ ഒന്നുമില്ല. ഒരു റിസർച്ച് നടത്തിയിട്ടും ഇതിനൊരു സയന്റിഫിക് ബാക്കപ്പ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഈ മാസ്റ്റുർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് സ്റ്റണ്ണായി പോകുന്ന പറയണത് ശരിയാണോ? ഇല്ല, ഹൈറ്റ് എല്ലാം നിങ്ങളുടെ DNA ജീൻസ് എല്ലാം ഓൾറെഡി സെറ്റ് ആണ്. സോ ഹൈറ്റ്, ഇഫ് യുവർ പാരന്റ്സ് ആർ tall or if your grandparents are tall, you will be tall. If they are not tall, you won't be tall because it depends on your DNA chromosome and genes. ഇപ്പൊ ഒരു ദിവസം ഇത്ര കൗണ്ട് ഉണ്ടോ? അങ്ങനെ ഇത്ര പ്രാവശ്യം മാസ്റ്റുർബേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എങ്ങനെ ഉണ്ടോ? ഇത്ര പ്രാവശ്യം മാസ്റ്റുർബേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അഗെയിൻ മാസ്റ്റുർബേഷൻ ഈസ് എ ചോയ്സ്. അതായത് മാസ്റ്റുർബേഷൻ ഒരു ചോയ്സ് ആണ്. ഈ വിവിധ വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സെക്ഷൽ ഡ്രൈവ്, ഈ ഇൻഡിവിജ്വൽ വിൽ ഹാവ് എ ഡിഫറെന്റ് സെക്ഷൽ ഡ്രൈവ്, സെക്സ് ഡ്രൈവ്. സോ it depends on the person. Maybe a person will choose to do masturbate 5 times a day. Some people will choose to do once in a week. ചിലർ അത് once in a month ആയിരിക്കാം. ആൻഡ് ചിലർ മാസ്റ്റുർബേഷൻ എൻജോയ് ചെയ്യില്ല. ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. മാസ്റ്റുർബേറ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും ഒരുപോലെ നോർമലാണ്. ഒരാൾ മാസ്റ്റുർബേഷൻ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് സെക്സ് ഡ്രൈവ് or she's not doing anything wrong, ചെയ്യുന്നില്ലെങ്കിൽ സോറി ചെയ്താലും ചെയ്യുന്നില്ല. നമ്മളിപ്പോ മാസ്റ്റുർബേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങള് എന്തെങ്കിലും ഫേസ് ചെയ്യോ? ഓക്കെ, സോ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മാസ്റ്റുർബേഷൻ, ആഫ്റ്റർ ദ ഓർഗാസം, ബോഡി റിലാക്സ്ഡ് മോഡിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ക്ഷീണം അതുപോലെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബോഡിക്ക് കുറച്ച് ടയർഡ്നെസ് തോന്നാം. അത് ഈവൻ പാർട്ട്നേർഡ് സെക്സ്, ആഫ്റ്റർ പാർട്ട്നേർഡ് സെക്സ് ഇമ്മീഡിയറ്റ്ലി ഇഫ് യു ട്രൈ ടു ഡു സംതിങ്, ആ ഒരു ടയർഡ്നെസ് ബോഡിയിൽ ഉണ്ടാവും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം for us to gain that energy back. അല്ലാതെ അതിന് വേറൊരു സ്പോർട്സ് ആക്ടിവിറ്റിനെ എഫക്ട് ചെയ്യോ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്ട് ചെയ്യോ? മാം, ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഇല്ലേ? മാത്രമല്ല നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഇത് എഫക്ട് ചെയ്യത്തില്ലേ? കോൺസെൻട്രേഷനും എനർജി. അഡിക്ഷൻ ആയാലും ഇപ്പൊ ആഫ്റ്റർ മാരേജ് ഇപ്പൊ നമുക്ക് സെക്സിനെക്കാട്ടും കൂടുതൽ എന്താണ് മാസ്റ്റുർബേറ്റ് നമ്മ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനോട് ഇൻട്രസ്റ്റ് കുറയും അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാണോ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കാരണം പാർട്ട്നേർഡ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ഡിഫറെന്റ് ബോഡീസ്, 2 ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ അതില് ഇന്റർകോഴ്സ് എന്നുള്ള കാര്യം മാത്രമല്ല, ടച്ച് ഉണ്ട്, 2 വ്യക്തികൾ തമ്മിലുള്ള സ്പർശനം, അവർ തമ്മിലുള്ള there are a lot of other things, attraction, there are a lot of other things involved in a partnered sex. അത് മാസ്റ്റുർബേഷനിൽ ഉണ്ടാവില്ല, ശരിയല്ലേ? സോ മാസ്റ്റുർബേറ്റ് ചെയ്തത് കൊണ്ട് പാർട്ട്നേർഡ് സെക്സിനോടുള്ള താല്പര്യം കുറയുമെന്ന് പറയുന്നത് വളരെയധികം മണ്ടത്തരമാണ്. കാരണം ഇന്റിമസി അല്ലെങ്കിൽ അട്രാക്ഷൻ, സെക്ഷൽ അട്രാക്ഷൻ, ഇന്റിമസി, ടച്ച്, സെൻസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് പാർട്ട്നേർഡ് സെക്സ്. സോ മാസ്റ്റുർബേഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം പാർട്ട്നേർഡ് സെക്സിലുള്ള താല്പര്യം കുറയും എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. പാർട്ട്നേർഡ് സെക്സിൽ താല്പര്യം, നമ്മുടെ പാർട്ട്ണറോട് താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ ദർ ക്യാൻ ബി അനദർ റീസൺസ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാസ്റ്റുർബേഷന് താല്പര്യമുണ്ട് പക്ഷെ പാർട്ട്നർ സെക്സിന് താല്പര്യമില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ റിലേഷൻഷിപ്പ് ഇഷ്യൂ.
അല്ലാതെ മാം വേറെ ഒരു 2 ഡൗട്ട് ചോദിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് മാസ്റ്റർബേറ്റ് ആണ്, പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ഡേയ്സ് മുമ്പ് മാസ്റ്റർബേഷൻ ചെയ്യുവാണെങ്കിൽ പീരീഡ്സിന്റെ പെയിൻ കുറയും എന്നുള്ളൊരു ഇതും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പീരീഡ്സിന് മുമ്പായിട്ട്, അതായത് ആ ഒരു മുൻപം വരുന്ന കുറച്ച് ദിവസങ്ങളിൽ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സിന്റെ ഡേറ്റ് 4 to 5 days എക്സ്റ്റെൻഡ് ആവാനോ അല്ലെങ്കിൽ മുന്നോട്ട് കയറി വരാനോ ഉള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും വാസ്തവം ഉള്ളതാണോ? അതിൽ യാതൊരു സയന്റിഫിക് ഇതുമില്ല. പക്ഷേ പെയിൻ കുറയും എന്നുള്ളത് പീരീഡ്സിന്റെ സമയത്ത് പെയിൻ ഉള്ള സമയത്ത് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പെയിൻ. പീരീഡ്സ് ക്രാംസ് കുറയ്ക്കും. കാരണം അഗെയിൻ ബോഡി എൻഡോർഫിൻ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് മൂലം, പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം പെയിൻ കുറയ്ക്കും. അത് പീരീഡ്സ് പെയിൻ മാത്രമല്ല, ഈവൻ ഒരു ഹെഡേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയിനും കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ അതുപോലെ ഒരു കേസ് കൂടി മാഡത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് പോലെ പറയാനുള്ളത്. കാരണം ഇപ്പൊ നിലവില് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ കുറെ ടാബൂസ് നിലനിൽക്കുന്നത് കൊണ്ട് പൊതുവേ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം തുറന്നു പറയുന്നതിന് പേടിയായതുകൊണ്ട് ആഫ്റ്റർ മാരേജ് ലൈഫാണ് ഇത് പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇപ്പൊ നിലവിൽ കുട്ടികൾ കണ്ടെത്തുന്ന മറ്റൊരു മാർഗം ഒരു പാർട്ട്ണറെ കണ്ടെത്തുക, അതായത് ഒരു ലവറെ പോലെ ഒരാളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതുപോലെ മാക്സിമം എല്ലാവരും ശ്രമിക്കുന്നത് ഒരു ലവറിനെ കണ്ടെത്താനാണ്. ആ ലവറിനെ കണ്ടെത്തിയതിനു ശേഷം അവരോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണേലും സെക്സ്റ്റിംഗ് ആണേലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു സംഭവം തീർന്നു കഴിയുമ്പോൾ പ്രണയം എന്ന് പറഞ്ഞ സംഭവത്തിന് വാല്യൂ ഇല്ലാത്ത പോലെ പോവുക. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന എന്താ പറയുക, തീർപ്പ് എന്ന് പറയുന്ന പോലെ പോകുന്ന ഒരു അവസ്ഥ. അപ്പം അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇത് എന്താണെന്ന് അറിയില്ലാത്തതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇതെന്താണ് ഒരാളുടെ കൂടെ ചെയ്താൽ എങ്ങനെയാവും എന്നറിയാനുള്ളതിന്റെ ഒരു ഇതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു എന്താ പറയുക ഉപദേശം പോലെ എന്താണുള്ളത് ശരിക്കും, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ആവശ്യകത അത് അഗെയിൻ ഇപ്പോ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് 2 വ്യക്തികൾ തമ്മിൽ തീരുമാനിക്കുന്നതാണ്. അവരുടെ ആ റിലേഷൻഷിപ്പിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്, മേ ബി ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ഈസ് ഫോർ സെക്സ്, ദാറ്റ് ഈസ് എ പേഴ്സണൽ ചോയ്സ് അഗെയിൻ ബിറ്റ്വീൻ 2 adults. നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ നുള്ള റൈറ്റ് ഇല്ല എന്നാണ് ഞാൻ അല്ല വിശ്വസിക്കുന്നത്. മാഡം, ഞാൻ അഭിപ്രായം 2 പേരുടെ റിലേഷനിലുള്ള അഭിപ്രായമല്ല പറഞ്ഞത്, സെക്സിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമാകുമ്പോൾ എന്നുള്ളതാണ് ചോദിച്ചത്. ഒരിക്കലും 2 പേര് തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യണമോ ചെയ്യണ്ട എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി മാത്രമാകുമ്പോൾ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി മാത്രമാവില്ല. നമ്മള് മനുഷ്യർ എന്ന് പറയുന്നത് ഓൾവേസ് വേറൊരു സാമൂഹ്യ ജീവിയാണ്. വി ഓൾവേസ് ലുക്ക് ഫോർ ദ കണക്ഷൻ വിത്ത് ദ അതർ ഹ്യൂമൻ ബീങ്. സോ സെക്സിന് വേണ്ടിയിട്ട് മാസ്റ്റർബേഷൻ ചെയ്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സെക്സ് ക്ലാസ് കിട്ടിയതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും സെക്സിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്സ് കൊണ്ടുപോകില്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോ പാർട്ട്ണർ, ഇതിൽ ഒന്ന് മാത്രമാണ് സെക്സ് എന്നുള്ളത്. അല്ലാതെ വേറെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ട്രസ്റ്റ്, ലവ്, കമ്പാനിയൻ, ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള കാര്യമാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്സിന് വേണ്ടി മാത്രമാണ് ഒരാൾ റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിക്കുന്നത്, ദാറ്റ് ഈസ് their ചോയ്സ്. But it has to be open. There should be open conversation when they get into a relationship. Be open about what you are looking in the relationship. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ആവാൻ എന്ന ഒരു ചോദ്യമായിരുന്നു. സോ അതിന്റെ എപ്പോഴാണ് വാർണിംഗ് സയൻസ്, അതായത് എപ്പോഴാണ് നമ്മൾ മാസ്റ്റർബേഷൻ ഒരു പ്രശ്നമാണോ എന്ന് നോക്കേണ്ടത്. മാസ്റ്റർബേഷൻ ഒരു അഡിക്ഷൻ ഡിസീസ് ആയിട്ടോ അഡിക്ഷൻ ആയിട്ടോ സബ്സ്റ്റാൻസിന്റെ ഒരു പ്രശ്നമായിട്ടോ ഒന്നും മെഡിക്കൽ സയൻസ് കാണുന്നില്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് ഇതൊരു അഡിക്ഷൻ ആണോ അല്ലെങ്കിൽ ഹെൽപ്പ് തേടേണ്ടതുണ്ടോ, മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതുണ്ടോ എന്ന് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഓരോ വ്യക്തിയുമാണ് അത് തിരിച്ചറിയേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം എഫക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്ട് ചെയ്യുന്നു. 24 മണിക്കൂറും അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് മാസ്റ്റർബേഷനെ കുറിച്ച് മാത്രമേ ചിന്ത വരുന്നുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റഡീസ്, കോളേജിൽ പോകുന്നത്, സ്പോർട്സ് ആക്ടിവിറ്റി, ഫ്രണ്ട്സിനോടൊത്തുള്ള സമയം, പാർട്ട്ണറിനോടൊത്തുള്ള സമയം, ഇതിനൊന്നും നിങ്ങൾ സമയം കണ്ടെത്താതെ മാസ്റ്റർബേഷന് മാത്രം സമയം കണ്ടെത്തുന്നു, വേറെ ഒന്നിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വിദഗ്ധ സഹായം തേടണം. അതുപോലെ ഈ മാസ്റ്റർബേഷൻ
പബ്ലിക്കലി മാസ്റ്റുറേഷൻ ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഫ്ലാഷിംഗ് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മാസ്റ്റുറേറ്റ് ചെയ്യാൻ തുടങ്ങുക, നഗ്നത പ്രദർശിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു അർജ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അർജ് ഉണ്ടെങ്കിലും യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ ഓർ എ തെറാപ്പിസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഗോയിങ് ഹാപ്പനിങ്. അല്ലാതെ മാസ്റ്റുറേഷൻ ഒരിക്കലും ഒരു അഡിക്ഷൻ ആവില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് നിങ്ങളുടെ പഠിത്തം, ജോലി, അല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്സ്, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്നിനെയും എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോർമൽ. ഇത് എഫക്ട് തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് കാണേണ്ടതുള്ളൂ, ഹെൽപ്പ് തേടേണ്ടതുള്ളൂ. ഇപ്പൊ മാസ്റ്റുർബേഷൻ ചെയ്തിട്ട് ആൾക്കാരെല്ലാം പ്രശ്നത്തിൽ പെടുവാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പൊ പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടായേനെ. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? സോ അതിന്റെ തന്നെ അർത്ഥം ഇതൊരു മാസ്റ്റുർബേഷൻ ഒരിക്കലും ഒരു പ്രശ്നമല്ല, ഒരു അഡിക്ഷൻ ഉണ്ടാവില്ല എന്നല്ലേ. മോസ്റ്റ് ഓഫ് ദർ ആർ പീപ്പിൾ ഹു വിൽ ഡു മാസ്റ്റുർബേഷൻ എവറി ഡേ മാസ്റ്റുർബേറ്റ്. അവരിപ്പോഴും അവരുടെ ജീവിതങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ. പിന്നെ ആ കൂടെയുള്ള ഒരു പ്രശ്നം ഇതിന് ഞാൻ കണ്ടിട്ടുള്ളത് ഈ സൊസൈറ്റി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ടാബും ഷെയിമും മാത്രമാണ്. സോ ആഫ്റ്റർ ദ മാസ്റ്റുർബേഷൻ ഒരു നല്ല പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് ശേഷം ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദ ഗിൽറ്റ് ദേ എക്സ്പീരിയൻസ്, അവർക്ക് തോന്നുന്ന അതൊരു പാപമാണ് എന്നുള്ള ഒരു തോന്നൽ, അതൊരു തെറ്റാണ് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് മാസ്റ്റുർബേഷന്റെ പ്രശ്നം. സോ അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് നമ്മൾ ഓരോ വ്യക്തിയുമാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോ ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു, ആ സംസ്കാരം അല്ലെങ്കിൽ മതം ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. സോ ഷുഡ് ഐ ടേക്ക് ഇറ്റ്, ബിലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി? Should I believe it completely and take it? Or should I do my own research to find out the truth? കാരണം സെക്ഷുവാലിറ്റി എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോഴല്ല, ഈവൻ വെൻ വി ആർ ഇൻ മദേഴ്സ് വൂം, ആ സമയം തൊട്ട് നമ്മുടെ കൂടെയുള്ള, മരിക്കുന്നവരെ കൂടെയുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ ലൈംഗികത എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി അത്രയും നമ്മുടെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. In excess masturbation is with porn good? Will it reduce the sexual feelings that a person feel for their partner? Porn actually പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ porn ഒരിക്കലും കൺസെന്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. It is not talking about how the real sex happens between people. പിന്നെ porn എപ്പോഴും ഹെറ്ററോനോർമാറ്റീവ് വേയിൽ മാത്രമാണ് porn സംസാരിക്കുക. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് porn. ഇതെല്ലാം മാറ്റി നിർത്തി porn ഒരു ലൈക്ക് പ്ലഷറബിൾ, നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാണുന്ന പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് മൊബൈൽ ബ്രൗസ് ചെയ്യുന്ന പോലെയോ പോണ ഒരു മീഡിയമാണ്, പ്ലഷർ ഗെയിൻ ചെയ്യാനുള്ള മീഡിയമാണ്, ഒരു ലൈംഗിക സുഖത്തിന് ഉപയോഗിക്കുന്ന മീഡിയമായിട്ട് മാത്രം ഉപയോഗിച്ച് മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് എഗെയിൻ പാർട്ട്നേർഡ് സെക്സിലോ നമ്മുടെ സെക്സ് ഡ്രൈവിലോ ഒന്നിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സോറി ജോയൽ, ഐ ഹാവ് സീൻ യു. ജോയൽ കുറെ നേരമായിട്ട് കൈ റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോറി. യെസ് ജോയൽ. മാം, ഈ സെമൻ റിട്ടൻഷൻ എന്ന് പറയുന്നത് അതിനെ പറ്റി ഒന്ന് പറയാവോ? സോ സെമൻ റിട്ടൻഷൻ എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു മെഡിക്കൽ ബെനിഫിറ്റ്സും ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഈ സെമൻ റിട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എനർജി ഉണ്ടാവും, കോൺസെൻട്രേഷൻ കിട്ടും എന്നുള്ള രീതിയിലാണ് അത്. എസ്പെഷ്യലി ഈ നോ ഫാപ്പ് ചലഞ്ചുകാരാണ് ഒരു അങ്ങനെ ഉള്ള ഒരു ഐഡിയ തന്നെ കൊണ്ടുവന്നത്. സെമൻ റീടെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ അത് ബോഡീനെ ഹെൽപ്പ് ചെയ്യും. യു വിൽ ഫീൽ വെരി എന്താ പറയാ, കോൺസെൻട്രേറ്റഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് വേറെ ഇത് പറയുന്ന പോലെയാണ്. ഇപ്പൊ നമ്മള് ഹോമിയോപ്പതി, ചിലർക്ക് ഹോമിയോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറും, ചിലർക്ക് ആയുർവേദം കഴിച്ചു കഴിഞ്ഞാലായിരിക്കും അസുഖം മാറും. ഇറ്റ് ഈസ് എ പ്ലാസിബോ എഫക്ട്. കുറെ പേര് പറയുമ്പോൾ യു ബിലീവ് ദാറ്റ് ഓക്കെ ഇറ്റ് വിൽ ഹാപ്പൻ. സോ അതുകൊണ്ടാണ് സെമൻ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പൊ ഞാൻ പറയാണ് നോ, സെമൻ റീറ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബെനിഫിറ്റ് ഉണ്ടാവുക, മസ്റ്റുബേറ്റ് ചെയ്താലാണ് ആ സെയിം ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കൂ. സോ നിങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചു, യു സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ്. സോ ഫോർ യു ഇറ്റ് മൈറ്റ് ബി ട്രൂത്ത് ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം ബിക്കോസ് യു ആർ സ്ട്രോങ്ലി ബിലീവിങ് ദാറ്റ്.
wet dreams, yes. So no fap challenge ന്റെ ഒരു പ്രശ്നം ഇതാണ്, your body wants to ejaculate the sperms. So masturbate ചെയ്തില്ലെങ്കിൽ it will happen automatically. Wet dreams, that is the body's way of giving you the sexual pleasure. So wet dreams, so your body itself is telling it's a natural thing. And Niharika, can we take questions? I think a lot of them have a lot of questions. കോർഡിനേറ്റർ ഉണ്ടല്ലോ. ബിക്കോസ് കുറെ ചാറ്റ്സ് എനിക്ക് ഇന്നലെ കാണാനുണ്ട്. ആൻഡ് മാസ്റ്റുർബേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജെൻഡേർഡ് അഗെയിൻ, ഈവൻ മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ എൻജോയ് ദ പ്ലഷർ, സെക്ഷൽ പ്ലഷർ. പക്ഷെ നമ്മുടെ കൾച്ചറിൽ അഗെയിൻ ഇവിടെ ആരോ പറഞ്ഞ പോലെ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് സെക്ഷൽ പ്ലഷർ എന്നുള്ള റൈറ്റ് ഉണ്ടെന്ന് പോലും ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ഈവൻ ഇൻ എ പാർട്ട്നേർഡ് റിലേഷൻഷിപ്പ് ആർക്കും അറിയത്തില്ല. Even women can achieve pleasure through masturbation, and studies has found out more women enjoy masturbation than the partner sex. Yes, Niranjana. Niranjana, you have raised the hand. Audible alle? Yes. നിരഞ്ജന ഓഡിബിൾ അല്ല. മാം ക്വസ്റ്റ്യൻ ചോദിക്കൂ. Okay. മാം, ഇത് ഇപ്പോൾ സൊസൈറ്റിയിൽ പീഡനങ്ങൾ അതുപോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളില്ലേ, അപ്പൊ അതിനൊക്കെ ഈ ഇതുപോലുള്ള മാസ്റ്റുർബേഷൻ അതുപോലുള്ള അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതൊക്കെ ഒരു കാരണമാണോ, അതോ അവരുടെ ജനറ്റിക്കലായിട്ടുള്ള തന്നെ ഡിഫക്റ്റ് ആണോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് എൻകറേജ് ചെയ്യുമ്പോഴേ ഈ മാസ്റ്റുർബേഷൻ കൂടുതൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വിചാരങ്ങളും ചിന്തകളും സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഓരോരോ വ്യക്തികളിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇപ്പോ ഈ അബ്യൂസേഴ്സോ അല്ലെങ്കിൽ സെക്ഷൽ ക്രൈംസ് ചെയ്യുന്നവരോ ഒരിക്കലും അവർക്ക് സെക്ഷൽ ലിബിഡോ കൂടിയിട്ടോ അല്ലെങ്കിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടിയിട്ടോ എന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പവർ പ്ലേ. അവരുടെ ആ ഒരു പവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പല അബ്യൂസും നടക്കുന്നത്. ഇറ്റ്സ് എ പവർ ഡൈനാമിക്സ്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് they have high libido അല്ലെങ്കിൽ പോൺ കണ്ടിട്ടാണ് അല്ലെങ്കിൽ മാസ്റ്റുർബേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഈ മാസ്റ്റുർബേറ്റ് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ലൈംഗികതയെ കുറിച്ച് സംസാരിക്കാതിരിക്കാനും പ്ലഷർ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മതങ്ങളും അതുപോലെയുള്ള സംസ്കാരത്തിന്റെ പേരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. അതിൽ യാതൊരുവിധ സയന്റിഫിക് ബാക്കിങ്ങും ഇല്ല. ആൻഡ് അതുപോലെ തന്നെ ഈ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് അതിന് യാതൊരുവിധ റിയാലിറ്റിയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ക്രിമിനൽ ജീൻസ് ഒക്കെ ഉള്ളവര് ഇങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടാവും, ഈ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഈ അബ്യൂസ്, ഈ ജീൻസ് കൃത്യമായിട്ട് ചില ജീൻസ്, വാരിയർ ജീൻസ് എന്നൊക്കെ പറഞ്ഞ ജീൻസുകളുണ്ട്, പക്ഷെ അതൊന്നും ഇതായിട്ട് ബന്ധമില്ലാന്ന് തോന്നണം. സോറി, എനിക്ക് കൂടുതൽ എക്സ് ക്രോമസോം കൂടുതൽ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ലെന്ന്. Niharika, sorry. Niharika, you are not audible. Am I audible? Yes. ക്രിമിനൽ ജീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആൻഡ് എക്സ് ക്രോമോസോംസിന് അളവ് കൂടാനൊന്നും പറ്റില്ല. there is only like XY XX അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ട് ക്രിമിനൽ മൈൻഡ് ഉള്ള വ്യക്തികളല്ലേ ഈ ജീൻസ്. About the gender identity. ജെൻഡർ ഐഡന്റിറ്റിയുടെ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ ആക്ച്വലി ആ പറഞ്ഞതിലൊരു തെറ്റുണ്ട് കേട്ടോ. XYY കണ്ടീഷൻ ഒക്കെ വരാം. ഞാനത് പറയാൻ വരുമായിരുന്നു. യെസ്, അങ്ങനത്തെ വ്യത്യാസമുണ്ട്. ഇന്റർസെക്സ് സ്പെക്ട്രത്തില് അതുണ്ട്. പക്ഷെ എന്താണ് മുഹമ്മദ് പറയുന്ന പോലെ ഈ എക്സ് ക്രോമോസോംസ് കൂടിയിട്ടുള്ള ആ ക്രിമിനൽ മൈൻഡ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നിഹാരിക ഞാൻ പറഞ്ഞത് ഈ എന്താ പറയാ നമ്മുടെ
ഈ മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു ഇതിലാണല്ലോ സമൂഹം വിശ്വസിക്കുന്നത്, ടു ബോക്സസ്. സോ അതിൽ വ്യത്യസ്തമായവരെ പറ്റിയായിരിക്കും മുഹമ്മദ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മോസ്റ്റ് പ്രോബബ്ലി he will be talking about the people who identify themselves as other gender. കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ വേറെ ഉണ്ട്. നമ്മുടെ വാരിയർ ജീൻസ് എന്നൊക്കെ പറഞ്ഞ ജീൻസുകൾ ഉണ്ട് നമ്മുടെ സാധാരണ. അത് ഐ തിങ്ക് ദാറ്റ് വിൽ ബി കുറച്ച് ഭയങ്കര വി ഹാവ് ടു ഗോ ഇൻ ടു എ ഡിഫറെന്റ് ലെവൽ communication. And Mohammed, Niharika പറഞ്ഞ പോലെ there is nothing called criminal chromosome or criminal DNA, and it is all people. ഒരു ഡിഫറെന്റ് ജെൻഡറിലുള്ള ആൾക്കാർക്ക് ഈ ക്രിമിനൽ മൈൻഡ് കൂടുവോ അതല്ലെങ്കിൽ ലിബിഡോ കൂടുവോ അങ്ങനെയൊന്നുമുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. ആൻഡ് അതുകൊണ്ട് അവര് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ അബ്യൂസ് ചെയ്യുന്നത് കൂടുമോ എന്നൊന്നുമില്ല, എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് people centric, it is person centric actually. Okay, can we go for questions? Yeah, I think we have a lot of questions in the chat, Niharika. Yes, I'll read. Yeah, to the beginning I think. Yes. നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തി they have a net issue, അപ്പം that's why I'm taking over. Yeah, no problem. ശരിക്കും മാസ്റ്റുർബേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുക നമ്മുടെ ഫാന്റസികളാണല്ലോ, അപ്പോ അതൊരു ഹെൽത്തി സെക്സിന് വഴി വെക്കുമോ? ഫാന്റസീസ് ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എന്തിനാണ് സെക്സിനെ പറ്റിയുള്ള ഫാന്റസീസിനെ മാത്രം നമ്മൾ ഇത്ര അധികം പേടിക്കുന്നത്? ഫാന്റസീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാന്റസീസ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ക്യാൻ ഹാവ് ഫാന്റസി ടു ഗോ ടു സ്പേസ്. പക്ഷെ നമ്മൾ അത് അയാളുടെ ദൈനംദിന ജീവിതത്തിനെ എഫക്ട് ചെയ്യുമെന്ന് പറയുന്നില്ലല്ലോ. സോ ഫാന്റസി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് മാസ്റ്റർബേഷൻ ബ്യൂട്ടിഫുൾ ആവുന്നത്. യു ക്യാൻ ഫാന്റസൈസ് എനിത്തിങ്, ആൻഡ് ഹാവ് എൻജോയ് ദ സെക്സ്. അതുകൊണ്ടാണ് മാസ്റ്റർബേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നതും മാസ്റ്റർബേഷൻ ഇത്രയും പ്ലഷറബിൾ ആവുന്ന കാര്യവും. സോ ആ ഒരു ഫാന്റസി ഫാക്ടർ ഉള്ളത് കൊണ്ടാണ്. ആ ഫാന്റസി ഫാക്ടർ ഒരിക്കലും പാർട്ട്ണർ സെക്സിനെ എഫക്ട് ചെയ്യാനേ പോകുന്നില്ല. ആൻഡ് ഫാന്റസീസ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട്, സെക്സിൽ മാത്രമല്ല. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ ടു ഹാവ് ഫാന്റസീസ്. ഫുൾ ടൈം ചെയ്താൽ ലാസ്റ്റ് ഓർഗാസം തീർന്നു പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഓർഗാസം തീർന്നു പോകുന്നതല്ല. ഇപ്പൊ 4 to 5 times മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് അടുപ്പിച്ച് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മേ ബി ദ 5th time ejaculation might not happen. That is just the body is trying to regain its energy. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെച്ചുറായ സ്പേംസിന്റെ maturaya sperms, what it called, I am not getting that term. So maturaya sperms ആ ഒരു ഇതിൽ ejaculate ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ after 24 hours the body will regain and body will produce the next set of sperms and semen again. So that won't be an issue at all. അതുകൊണ്ടാണ് 5-6 that will happen in partner sex also. Maybe ഒരു 5-6 times കഴിയുമ്പോൾ maybe the 6th time or 7th time the person won't ejaculate. That is a normal thing. അതുകൊണ്ട് it will not affect your sex life again. Maybe after some time or maybe after 24 hours it still go back to the normal thing. Does masturbation cause back pain? No. Probably the posture you sit or stand for the masturbation might not. So you can actually change the posture and see. Like നമ്മള് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പോസ്റ്റർ കറക്ഷൻ ചെയ്യണം എന്ന് പറയില്ല. ഇറ്റ് ഈസ് ദ സെയിം തിങ്. സോ യു ക്യാൻ ചെക്ക് ദ പോസ്റ്റർ while you masturbate. So probably that will be the reason. So you can change that. What is the healthy frequency for doing masturbation for males as well as females? It's personal choice. There is no healthy duration. If a person wants to masturbate 5 times a day, they can. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. And again that is also normal. That is also okay. That is also healthy. അല്ലെങ്കിൽ ഒരാൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, അതും ഹെൽത്തിയാണ്. ഒരാൾക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുകയേ വേണ്ട, അതും ഹെൽത്തിയാണ്.
സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തികൾക്ക് അനുസൃതമായാണ് അത്. അല്ലാതെ ഒരു ടൈലർ മെയ്ഡ് ഇത് ഉത്തരമൊന്നുമില്ല അതിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അതിലൊരു ഡോക്ടർ തന്നെ പറയായിരുന്നു ആഴ്ചയിൽ 2 ദിവസമേ മസ്റ്റുബേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതി. അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത തരത്തിൽ ആണ് മാസ്റ്റുർബേഷൻ എന്നുണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. എൻജോയ് ദ പ്ലഷർ, അത്രയേ ഉള്ളൂ. എൻജോയ് ദ ആക്ടിവിറ്റി, എൻജോയ് ദ പ്ലഷർ, ഹാവ് ഫൺ, because it's after all very pleasurable, so have fun. പ്രോട്ടീൻ നഷ്ടപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന്. പ്രോട്ടീൻ നഷ്ടപ്പെടുമെന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ബോഡി പ്രോട്ടീൻ ആണോ ഈ സെമനിൽ പ്രോട്ടീൻ ആണോ പുറത്തോട്ട് പുറന്നുള്ളത്? ആക്ച്വലി ഇത് ഈ മിത്ത് വരാൻ കാരണം ദർ ആർ മിത്സ് ലൈക്ക് ഈ സെമനൽ ഫ്ലൂയിഡില് കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ആണ് എന്നുള്ളൊരു രീതിയിലുള്ള മിത്ത് ഉണ്ട്, ഒരു മിത്ത് കറങ്ങി നടക്കുന്നുണ്ട്. സോ അതിൽ നിന്നായിരിക്കാം സെമനൽ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ശരീരത്തിലുള്ള പ്രോട്ടീൻ എല്ലാം പുറത്തോട്ട് പോകും എന്നുള്ള ഒരു മിത്ത് വന്നത്, തെറ്റായ മിഥ്യാധാരണ വന്നത്. പക്ഷെ പ്രോട്ടീൻ ഒന്നും പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ അങ്ങനെ ഈ ഒരു മാസ്റ്റുർബേഷനെ കുറിച്ചുള്ള മിഥ്യാധാരണകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിത്സ് കേൾക്കുമ്പോഴോ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയുള്ളൂ, ഇത് മാസ്റ്റുർബേഷനിൽ നടക്കാമെന്നുണ്ടെങ്കിൽ ഇത് പാർട്ട്നർ സെക്സിലോ നടന്നുകൂടെ? പക്ഷെ നമ്മൾ പാർട്ട്നർ സെക്സിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മാസ്റ്റുർബേഷനെ കുറിച്ച് മാത്രം ഇത്രയധികം പ്രശ്നങ്ങൾ? സോ പാർട്ട്നർ സെക്സ് ഇജാക്കുലേഷനും ഓർഗാസും ഉണ്ടാവാം. എന്തുകൊണ്ട് അതിനെ കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇത്രയും ടൈം സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ പോവും, വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നൊന്നും, മുടി കൊഴിഞ്ഞു പോവും, മുഖക്കുരു വരും എന്നൊന്നും പറയുന്നില്ലല്ലോ. സോ വൈ ഓൺലി ഫോർ മാസ്റ്റുർബേഷൻ? വാട്ട് ഈസ് സെക്സ് ഡ്രൈവ് എന്നൊരു ചോദ്യമുണ്ട്. സെക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും സെക്സിനോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് ചുരുക്കി പറയാം. സെക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും സെക്സ് ഡ്രൈവ് ഡിഫറെന്റ് ആയിരിക്കും, ലിബിഡോ ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തർക്കും ലൈംഗികതയോടുള്ള അഭിനിവേശം വ്യത്യസ്തമായിരിക്കും. ആ ലൈംഗികതയോടുള്ള അഭിനിവേശത്തിനാണ് സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത്. വെർജിനിറ്റി പോവോ എന്ന് ചോദിക്കുന്നുണ്ട്. വെർജിനിറ്റി അഗെയിൻ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. ഈ വെർജിനിറ്റി എന്നുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ വെർജിനിറ്റി എന്ന് പറയുന്നത്? ഒരുപാട് ഒരു ഹൈമന്റെ ബേസിലാണ് വെർജിനിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ നിൽക്കുന്നത്. ഹൈമൺ ഇല്ലാത്ത, ജനിക്കുമ്പോൾ തന്നെ ഹൈമൺ ഇല്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഹൈമൺ ബ്രേക്ക് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്. സോ എങ്ങനെയാണ് എന്തിനാണ് നമ്മൾ വെർജിനിറ്റി എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് വെർജിനിറ്റി ഫോർ യു? having your first intercourse or it can be anything. So it's virginity പോവുക എന്നുള്ള ഒരു കാര്യം ഇല്ല. വിർജിനിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല ഫസ്റ്റ് തന്നെ. അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. എഗെയിൻ സ്ത്രീകളെ വളരെയധികം ഓവർ പവർ ചെയ്ത് നിർത്തുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ഡൊമിനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ് ആണ് ഈ വിർജിനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു സംഭവമേ ശാസ്ത്രീയമായിട്ട് വിർജിനിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഇല്ല. സോ ഇങ്ങനെ ഒരു വിർജിനിറ്റി പോവോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ തന്നെ ഫസ്റ്റ് യു ഹാവ് ടു ആസ്ക് വിർജിനിറ്റി ഫോർ യു. ഹലോ, യെസ്, ഈ വെർജിനിറ്റിക്ക് എനിക്ക് ഉത്തരം പറയാമോ? യെസ് സാമൻ, ഗോ ഹെഡ്, ഐ വുഡ് ലവ് ടു ഹിയർ. എല്ലാരും കേട്ടോണം. അതായത് ഈ വെർജിനിറ്റി എന്ന കോൺസെപ്റ്റ് വരുന്നത് തന്നെ ഈ ജാതി മതവും, അതായത് ആൾക്കാരെ പണ്ട് തട്ടായിട്ട് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വെർജിനിറ്റി എന്ന് പറയുന്നത്. കാരണം കൊണ്ട് ഒരു ജാതിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിലുള്ളവരോ മറ്റു മതക്കാരുമായിട്ട് ചേരാതിരിക്കാൻ വേണ്ടി, മനുഷ്യരെല്ലാവരും ഒരു കുലമാണെന്ന് അറിവില്ലാത്ത സമയത്തുള്ള മനുഷ്യര്, അതായത് മനുഷ്യരെല്ലാം ഒരു കുലമാണെന്നുള്ള ഒരു അറിവും ഇന്നത്തെ ആധുനിക അറിവ് പോലും ഇല്ലാത്ത മനുഷ്യര് സൃഷ്ടിച്ച ഈ തട്ടായിട്ടുള്ള വെർജിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ജാതിപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവരോ ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ കാണാം, ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിലോ പെട്ടവര് മറ്റേ ആൾക്കാരുമായിട്ട് പ്രേമിക്കാനോ സ്നേഹിക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു, പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വെർജിനിറ്റി എന്ന് പറയുന്നത് വരുന്നത്. അത് അപ്പൊ അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം.
വേറെ പിന്നെ നേരത്തെ ചോദിച്ചില്ലേ ഡൊമിനേറ്റിംഗ് വുമൻ ആൻഡ് എന്താ പറയാ ടു കൺട്രോൾ ഓവർ വുമൻ സെക്ഷുവാലിറ്റി ആണ് വിർജിനിറ്റി എന്ന കൺസെപ്റ്റ് വന്നത്. ടു ഹാവ് എ കൺട്രോൾ ഓവർ വുമൻ സെക്ഷുവാലിറ്റി. വാക്കില്ലാത്തത് എന്താ നിഹാരിക? അതുകൊണ്ടാണല്ലോ കന്യകൻ എന്നൊരു വാക്കില്ലാത്തത്. സോ അത് ടു ഹാവ് എ കൺട്രോൾ ഓവർ വുമൺ സെക്ഷുവാലിറ്റി, വിർജിനിറ്റി എന്നുള്ള കാര്യം കൊണ്ടുവന്നത് തന്നെ അതിനാണ് സ്ത്രീയുടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അല്ലാതെ അതില് കൂടുതലും ജാതി മതം പ്രണയത്തിനേക്കാളൊക്കെ കൂടുതലും കൺട്രോൾ ഓവർ വുമൺ സെക്ഷുവാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മാസ്റ്റർബേഷൻ റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻ കൂടുതൽ അഡ്രസ് ചെയ്യാം. എന്ത് പറയുന്നത് നിഹാരിക? Yes, sure. Okay, a person is asking for their friend, അതായത് asexual സ്പെക്ട്രത്തിലുള്ള ആൾക്കാർക്ക് who are basically repulsive of sex, do they masturbate, and suppose they want to do it, will they enjoy it? That asexual സെക്സ് ആക്ടിവിറ്റിയോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് പൊതുവെയുള്ള ഒരു ഐഡിയ. പക്ഷെ ആൻഡ് അഗൈൻ if a person want to explore, they can explore. If they are enjoying it, they can continue doing it. Yeah. സോ അഗൈൻ എസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും റൊമാൻറ്റിക് ആയ ആൾക്കാരുണ്ട്, സെക്ഷൽ ആയ ആൾക്കാരുണ്ട്. അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. സോ ഈ സെക്ഷുവാലിറ്റി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇന്ന ബ്രാക്കറ്റ് ഇന്ന ചട്ടക്കൂട് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുന്നുള്ള ഒരു കാര്യമല്ല. സെക്ഷുവാലിറ്റി ഈസ് വെരി വൈഡ് ആൻഡ് വാസ്റ്റ്. ഇപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ചുകൾ നടത്തി ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ആൻഡ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാനും പഠനങ്ങൾ നടത്താനും തുടങ്ങിയിട്ട് വളരെയധികം കാലമായിട്ടുമില്ല. സോ it is vast, wide, and be open to it. So ഓരോ വ്യക്തിക്കും ഇത് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എങ്ങനെയാണോ ലൈംഗികത കാണുന്ന പോലെ ആവില്ല വേറൊരാൾ കാണുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഇറ്റ്സ് യുണീക്. ഡോക്ടർ പറയുന്നത് പാർട്ട്ണർ സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുമെന്നാണല്ലോ, ദി അതർ ഡോക്ടർ ഫ്രം ദ വീഡിയോ ഐ ഗസ്. അത് എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ പാർട്ട്ണറായിട്ട് സെക്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒന്നുകൂടെ ഫോൺ കാണും, അതൊരു കുഴപ്പമില്ലേ? അതെന്തുകൊണ്ടാണ് കുഴപ്പം? വൈ ഡു യു തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം? പാർട്ട്ണറോടുള്ള സെക്സ് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്, വാട്ട്സ് റോങ് യു ആർ വാച്ചിങ് യു പോൺ ആൻഡ് മാസ്റ്റർബേറ്റിംഗ്? വൈ ഡു യു തിങ്ക് ഇറ്റ്സ് റോങ്? കാരണം പാർട്ട്ണറിന് ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ള രീതി. പക്ഷെ അങ്ങനെ ആവത്തില്ലേ? സോ അത് പാർട്ട്ണറിന് ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ളത് അതൊരു എഗെയിൻ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക് ആണ്. ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഈവൻ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ തന്നെ സെക്സിനെ കുറിച്ചുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർട്ട്ണർക്ക് ലിബിഡോ കൂടുതലാവുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി അത് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫീമെയിലിനായിരിക്കാം. ലിബിഡോ കൂടുതലാവുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. So, one partner is not ready to have sex every day, but the other partner looks forward for sex every day. രണ്ടുപേരും എങ്ങനെ അത് ബാലൻസ് ചെയ്യും? സോ ഹാവ് എ കോൺവെർസേഷൻ ആൻഡ് അത് വളരെ ഇതൊരു നോർമൽ ആയിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് തന്നെ പാർട്ട്നേഴ്സിന് ഇടയിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് സഹായിക്കും. എന്താണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്റെ പാർട്ട്ണറിന് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇപ്പൊ ഞാൻ എന്റെ പാർട്ട്ണറോട് ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ പാർട്ട്ണറോട് പറയുവാണ്, ഓക്കെ ഐ നീഡ് ദിസ്, എനിക്ക് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പൊ ഒരു വ്യക്തിക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴും ഗിൽറ്റ് ഇല്ലാതെ പാപമാണ് ഞാൻ എന്റെ പാർട്ട്ണറോട് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു തോന്നൽ ഇല്ലാതെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാ? ഇപ്പൊ പെണ്ണിന്റെ അടുത്ത് പറയുക, തെറ്റാണ്, അതൊരു പാപമാണ്, ഞാൻ എന്റെ പാർട്ട്ണർക്ക് വില കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. ദിസ് ഇസ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ദിസ് ഇസ് ഐ ലൈക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് അതൊരു പാപമാണെന്ന് തോന്നുന്നത്. സോ ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവുകയാണ് ഏറ്റവും നല്ലത്. ആൻഡ് റീഡ് അബൌട്ട് ഇറ്റ്. മാസ്റ്റർബേഷനെ കുറിച്ച് കൂടുതൽ വായിക്കുക. ഇപ്പൊ നമുക്ക് സെക്സ് എഡ് കേരളയുടെ പേജ് ഉണ്ട്. ആ പേജിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലുണ്ട്. ആൻഡ് ഓതന്റിക് സോഴ്സിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കുക. സോ ഇതിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാസ്റ്റർബേഷൻ ഒരു തെറ്റല്ല. സയൻസ് പറയുന്നത് ഇതൊരു തെറ്റായിട്ടല്ല. ഇറ്റ് ഇസ് എ വെരി വെരി നാച്ചുറൽ തിങ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയും ശ്വസിക്കുന്ന പോലെയും ഒക്കെ ഒരു നാച്ചുറൽ ആയ ഒരു കാര്യമാണ്. സോ വാട്ട് യു ക്യാൻ ഹാവ് ഇസ് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യുവർ പാർട്ട്ണർ.
maybe people are different. People sexual needs are different. And Arshad, you wanted to tell something. നമുക്കങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഇതായിരുന്നു പരിപാടി, അപ്പോ അത് പറയുമ്പോഴത്തേക്കും സാധാരണ സെക്സ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇതുപോലത്തെ ചെയ്യുന്നത്. അപ്പം അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ അപ്പൊ ഒരു വില കൊടുക്കാത്ത പോലെ ആവത്തില്ലേ? ഇല്ല, ഓപ്പൺ ആയിട്ട് എന്റെ നമ്മൾ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അഗൈൻ ഇഫ് യു ആർ ഹാവിംഗ് സെക്സ് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദാറ്റ്, ഐ തിങ്ക് you should figure it out why what stops you having this conversation. അത് മാസ്ട്രബേഷൻ തെറ്റാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി പറയാൻ തോന്നില്ലല്ലോ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. മാസ്ട്രേഷൻ തെറ്റാന്ന് തോന്നുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണറുടെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പാർട്ട്ണറുടെ കൂടെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ട്ണർ സെക്സിലൊക്കെ പാർട്ട്ണർ സെക്സ് ഈസ് സംതിങ് ഡിഫറെന്റ്, മാസ്ട്രേഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്. കാരണം പാർട്ട്ണർ സെക്സ് ഇപ്പോ പീപ്പിൾ എൻജോയ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്സ് അല്ലേ? അപ്പോ അതുപോലെ തന്നെയാണ് മാസ്റ്റുർബേഷനും. സോ വൈ വി ആർ സോ ക്ലോസ് ടുവേഴ്സ് മാസ്റ്റുർബേഷൻ? അത് ഈ പറഞ്ഞ പോലെ ഈ മതങ്ങളും അല്ലെങ്കിൽ ഈ സംസ്കാരങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് ഇത് തെറ്റാണ്, കുറ്റമാണ്, പാർട്ട്ണർ സെക്സ് മാത്രമേ പാടുള്ളൂ, ഒരു പാർട്ട്ണർ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ആ പാർട്ട്ണറുടെ കൂടെ മാത്രമേ സെക്സ് മാത്രമേ പാടുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാരണം മതങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസ്കാരങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രൊക്രിയേഷനിലാണ്, അതായത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ. സോ അതുകൊണ്ടാണ് ഈ ഗിൽട്ട്. സോ ഇത് മാറ്റാനായിട്ട് നമ്മളാണ് ശ്രമിക്കേണ്ടത്. സോ വാട്ട് വി കൻ ഡു ഇസ് റീഡ് അബൌട്ട് ഇറ്റ്, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് എവിഡൻസ് ഉള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് റീഡ് അബൌട്ട് ഇറ്റ് ആൻഡ് വർക്ക് ഓൺ യുവർ സെൽഫ്, ബിക്കോസ് വി ഹാവ് ടു ടേക്ക് ദാറ്റ് കോൾ. ഞാൻ ഇവിടെ ഇപ്പൊ ഇത്ര നേരം മാസ്റ്റുർബേഷൻ തെറ്റല്ല, അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ മിത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അത് കേട്ടതുകൊണ്ടും കാര്യമില്ല. കേട്ട് നിങ്ങൾ തന്നെ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്, യു ഹാവ് ടു ടേക്ക് ഇറ്റ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് സ്റ്റോപ്പിംഗ് യു, എന്താണ്, വാട്ട് ഈസ് യുവർ ബിലീഫ് സിസ്റ്റം, വാട്ട് സ്റ്റോപ്പിംഗ് യു. You have to find out that, then only you can have a conversation, then only you can actually speak about yourself. Yes, Niharika. Yes. Singles ആയിട്ടുള്ളവർ മാസ്റ്റുർബേഷൻ ചെയ്യൽ കൂടിയാൽ അവരുടെ മനസ്സിൽ ലവ് എന്ന ഫീലിംഗ് ലെസ്റ്റ് എന്ന് മാത്രം ആയി മാറാൻ ചാൻസ് കൂടുതലല്ലേ? ലവ് ആൻഡ് ലെസ്റ്റ് ഈ സെക്ഷൽ അട്രാക്ഷനെ നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ സ്നേഹത്തോട് കൂട്ടിയിരിക്കുന്നത്? സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം നമുക്ക് നമ്മുടെ സെക്ഷൽ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിക്കുന്ന പാർട്ട്ണറോടോ തോന്നുന്ന ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. സ്നേഹം നമുക്ക് എത്രയോ പേരോട് തോന്നുന്നുണ്ട്, അച്ഛനോട്, അമ്മയോട്. സോ അങ്ങനെ എല്ലാവരോടും തോന്നുന്നില്ലേ? സ്നേഹം എന്നുള്ളത് എപ്പോഴും ഈ സെക്സ് ആയിട്ട് കൂട്ടിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ മാസ്റ്റുർബേറ്റ് ചെയ്ത സെക്ഷൽ ഇന്റൻഷൻ മാത്രമേ റിലേഷൻഷിപ്പിൽ കടന്നു വരുള്ളൂ എന്നുള്ളതും ചിന്തിക്കുന്നത്. ബോത്ത് ആർ ടു ഡിഫറെന്റ് തിങ്സ് and it is interrelated, but both are two different things. Masturbate ചെയ്തതുകൊണ്ട് സെക്ഷൽ ഡ്രൈവ് കൂടുകയും സെക്സിന് വേണ്ടി മാത്രമേ റിലേഷൻഷിപ്പിൽ എൻഗേജ് ആവുകയുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ചോയ്സ്. There are people who have relationships only for sex. There are people who don't have sex in the relationship as well. So again, it's a choice and depends on the people. But have an open communication. It's the only thing you have to. Yes, Niharika, 1 second. Joel was raising the hand for long time. Yes, Joel. ഈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ റിയലാണോ? ആൽഫ മെയിൽ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്, ആക്ച്വലി ആൽഫ മെയിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. വി ഹാവ് ടു റീഡ് അബൌട്ട് ദ ഹിസ്റ്ററി. കാരണം ലീഡ് ചെയ്യുക, ഈവൻ എന്താ പറയാ, ആനിമൽസ് നോക്കിയാലും യു വിൽ സീ ദാറ്റ് there will be one male who is leading. ഓക്കെ, താങ്ക് യു മാം. ഒരു വ്യക്തിക്ക് ഏതർ മെയിൽ ഓർ ഫീമെയിൽ, അത് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ട് മെയിൽ ഓർ ഫീമെയിൽ ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു സെക്സിനോട് താല്പര്യമില്ല, അങ്ങനെ വിരക്തി, ഒട്ടും താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടായാൽ അത് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യും? അപ്പൊ ഈ മാരീഡ് ലൈഫിന് ശേഷം നമുക്കിതിൽ പല കൺഫ്യൂഷൻസും ഉണ്ടാവില്ലേ ലൈഫിന്?
സോ അതൊരു സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ സെക്സിനോട് വിരക്തി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് വിരക്തി ഉണ്ടാവുന്നത്. there will be lot of things. അപ്പോ അതൊരു സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത് എന്താണ് ആക്ച്വലി ഇഷ്യൂ എന്നുള്ളത്. സോ അങ്ങനെ കണ്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ തെറാപ്പിയോ എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ഹെഡ് വിത്ത് ദാറ്റ്. അല്ലാതെ അതിൽ ഞാൻ ഐ എം നോട്ട് എ ഡോക്ടർ, സോ മെഡിക്കൽ അഡ്വൈസ് തരാൻ പറ്റില്ല. ഓൺലി തിങ് അതൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ട സംഗതിയാണ്. മെഡിക്കൽ ഹെൽപ്പ് എടുത്താൽ മാത്രം ാണ് ഈ സെക്സിനോട് വിരക്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാഡം ഞാൻ ബസ്സിലാണ്, ബട്ട് ഓഡിയബിൾ ആണെന്ന് അറിയില്ല, എങ്കിലും ഞാൻ പറയാം. നമ്മൾ ഈ മാസ്കുലേറ്റ് ചെയ്യുമ്പോൾ മീൻസ് ഹലോ we lost him. ഹലോ കേൾക്കുന്നുണ്ട്. യാ, അപ്പൊ നമ്മൾ ടൈം എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സെക്സിനകത്ത്. അത് നമ്മൾ പാർട്ട്ണറായിട്ട് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ ഈ മാസ്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ട്ണറായിട്ട് സെക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടൈമിംഗ് നമുക്ക് രണ്ടുപേർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൈം കീപ്പിംഗ് പറ്റുമോ? പ്രീമച്വർ എജാക്കുലേഷനെ പറ്റിയോ? അല്ല, ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഇത്ര സമയം ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എഗെയിൻ ഇതൊക്കെ പോണിന്ന് വരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പോണിൽ കാണുന്നത് ഹാവിങ് ഇന്റർകോഴ്സ് ഫോർ ലോങ്ങർ ടൈം. പക്ഷേ സയന്റിഫിക്കലി ഒരു പീനസ് എറക്റ്റായി നിൽക്കുന്ന സമയം 5 minutes, അറൌണ്ട് 5 minutes ആണ്. ആൻഡ് അഗെയിൻ ഈ എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം അഗെയിൻ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ആൻഡ് ഫീമെയിൽ ബോഡി ഈസ് ഡിഫറെന്റ്. ഫീമെയിൽ ഓർഗാസം അച്ചീവ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കും. ഈ സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് പീനോ വജൈനൽ ഇന്റർകോഴ്സിൽ കൂടെ ഓർഗാസം അച്ചീവ് ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവാണെന്നാണ്. സോ സ്ത്രീകൾക്ക് കൂടുതലും ക്ലിറ്റോറിസ് ഓർഗാസം ആണ് ഉണ്ടാവുക. സോ for that you have to talk to your partner and find out how both can achieve orgasm and have pleasure at the same time. And at the same time pleasure veriga ennulla oru sangariyamilla. It depends on people. വളരെ ഒരു again ഈ പോണും അതുപോലെയുള്ള ഇറോട്ടിക് പുസ്തകങ്ങളും തന്നിട്ടുള്ള ഐഡിയ ആണ് അച്ചീവിങ് ഓർഗാസം അറ്റ് ദ സെയിം ടൈം എന്നുള്ളത്. സോ women can have multiple orgasm, women can reach orgasm before men as well. So it is all different for different people. So best way to have conversation with your partner. So other masturbate ചെയ്തതുകൊണ്ട് ആ ഒരു പാർട്ട്ണർ സെക്സിലുള്ള ഓർഗാസത്തിനോ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും എഫക്റ്റ് ആവില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഓൺ പീപ്പിൾ. ദാറ്റ് വിൽ നോട്ട് എഫക്ട്. ആൻഡ് ഈവൻ യെസ് എന്താ പറയാ ഫീമെയിൽ ടേക്ക് ടൈം ടു റീച്ച് ഓർഗാസം. അത് ബട്ട് ഇറ്റ് ഈസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് എ ഓപ്പൺ കോൺവെർസേഷൻ ആൻഡ് സ്പീക്ക് ടു യുവർ പാർട്ട്ണർ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹെൽപ്സ് ദം ടു അച്ചീവ് ഓർഗാസം. So that is the best way. Yeah, thank you. But masturbation നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? Okay, why you want to control it will be my first question. But if we are doing daily masturbation, daily one time. Sorry, അല്ല ഇപ്പൊ എന്തിനാണ് അത് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്? ബിക്കോസ് അത് കൺട്രോൾ ചെയ്യുന്ന വിചാരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കും. ഗിൽറ്റ് ആണോ, ഷെയിം ആണോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള മിഥ്യകളാണോ? ലൈക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് ഉള്ളൊരു ബോധം എന്റെ മനസ്സിൽ എവിടെയെങ്കിലും കെടുക്കുന്നത് കൊണ്ടാണ്? That's the right point. Means ഒന്നുമല്ല ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ്. നമ്മുടെ ബോഡി സ്റ്റാമിന എന്നുള്ളത് നമ്മുടെ സ്റ്റാമിനയാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ കുറെ ഈ യങ്സ്റ്റേഴ്സ് കുറെ കൂടെ എനർജറ്റിക് ആണ്. സോ നമ്മൾ ഈ മാസ്റ്റുർബേറ്റ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജറ്റിക്കിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടോ റിയലി? ഓക്കെ, സോ അഗെയിൻ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, നമ്മൾ പാർട്ട്ണർ സെക്സ് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ എനർജീനെ എഫക്ട് ചെയ്യോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഇല്ലല്ലോ. സോ വൈ ഫോർ മാസ്റ്റുർബേഷൻ?
നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു കപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സെക്സില് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി എഫക്ട് ചെയ്യോ, നമ്മുടെ ബോഡി എഫക്ട് ചെയ്യോ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ലല്ലോ. സോ മാസ്റ്റർബേഷനിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്? അത് തെറ്റാണെന്നൊരു ബോധ്യമുള്ള, ഇപ്പൊ പറഞ്ഞു തെറ്റാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് എനിക്കിത് നിർത്തണം എന്ന് തോന്നുന്നത്. സോ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് തെറ്റാന്ന് തോന്നുന്നത്. ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് റോങ്. അത് വിശ്വാസങ്ങളാണോ, മതങ്ങൾ പഠിപ്പിച്ചതാണോ, വേറെ ആരെങ്കിലും പറഞ്ഞതാണോ? ഫൈൻഡ് ദാറ്റ് റീസൺ ആൻഡ് വർക്ക് ഓൺ ദാറ്റ്. ബിക്കോസ് മാസ്റ്റർബേഷൻ ഒരു തെറ്റല്ല, പാപമല്ല, സയന്റിഫിക്കലി അതിനൊരു സൈഡ് എഫക്ട് ഇല്ല. ഇറ്റ് ഈസ് എ വെരി നോർമൽ തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ശ്വസിക്കുന്ന പോലെ, ഭക്ഷണം കഴിക്കുന്ന പോലെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാസ്റ്റർബേഷൻ. യെസ്, ഐ തിങ്ക് ആദർശിനെ ഒരു കാര്യം ചെയ്യുന്നത് സ്പേം കൗണ്ടിനെ സ്പേം കൗണ്ട് ഒരുമിച്ച് സംസാരിക്കില്ലേ? സോറി മനു, ഡിഡ് യു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ? നമ്മള് ഡെയിലി ആസ്പിറേഷൻ ചെയ്യുന്നത് നമ്മുടെ സ്പേം കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഡെയിലി ഞാൻ പറഞ്ഞതുപോലെ സ്പേം എന്നുള്ളത് ഒരു മെയിൽ ബോഡിയിൽ സ്പേം പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മാസ്റ്റർബേറ്റ് ചെയ്തതുകൊണ്ട് സ്പേം പ്രൊഡക്ഷൻ നിന്നു പോകുന്നില്ല, അല്ലെങ്കിൽ സ്പേമിന്റെ എണ്ണം കുറയുകയില്ല. കാരണം മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോഡി പ്രൊഡ്യൂസ് ദ ന്യൂ സ്പേംസ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാഡം, വെറ്റ് ഡ്രീംസിനെ കുറിച്ച് പറയാം. വെറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരുപാട് ആക്ച്വലി വെറ്റ് ഡ്രീംസ് നോർമൽ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. ആക്ച്വലി വെൻ ചെറിയ അഡോളസൻസിലുള്ള ആൺകുട്ടികള് പ്യൂബർട്ടിയുടെ സമയമാകുമ്പോൾ അവരുടെ ബോഡി സ്പേം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും വെറ്റ് ഡ്രീംസ്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. ഇറ്റ് ഈസ് അഗെയിൻ എ കൈൻഡ് ഓഫ് ബോഡി of experiencing the sexual pleasure. It's completely normal. അതൊരു അസുഖമൊന്നുമല്ല. ബോഡി മെച്ചർ ആവുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നൊരു, എന്താ ബോഡി മെച്ചർ കൂടിയല്ല, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നൊരു പ്രക്രിയ ആണോ അത്? അല്ല, ബോഡി മെച്ചർ ആവുന്നതോടെയല്ല. ഇപ്പൊ കുറെ, ഫോർ എക്സാമ്പിൾ, ഈ പേഴ്സൺ restricted them from sexual intercourse അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നതിനോ സെക്ഷൽ ഇന്റർകോഴ്സ് നിന്നോ ഒരാള് ഒരുപാട് കാലം വിട്ടു നിന്നാൽ ഇറ്റ്സ് എ ബോഡി വേ ഓഫ് എക്സ്പീരിയൻസിങ് ദ സെക്ഷൽ പ്ലഷർ. ബിക്കോസ് ആ ഒരു സെക്ഷൽ ടെൻഷൻ റിലീസ് ചെയ്യുന്നതാണ്. ഈവൻ മാസ്റ്റർബേഷൻ ഹെൽപ്സ് ടു റിലീസ് ദ സെക്ഷൽ ടെൻഷൻ. സോ ആ സെക്ഷൽ ടെൻഷൻ റിലീസ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ബ്രെയിനിന്റെ ഒരു വേ ആണ് വെറ്റ് ഡ്രീംസ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് ലൈക്ക് ബോഡി മെച്ചർ ആവുമ്പോൾ നിന്ന് പോകുന്നില്ല. ഇഫ് there is a sexual tension in the body, it will automatically release. That is called wet dreams or involuntary. ഈ മാസ്റ്റുബേഷൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സൊസൈറ്റിയൽ ബിഹേവിയറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഇടപെടുന്നതിനെ മറ്റേ അതിന് ഇൻഫ്ലുവൻസ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടോ? Again, അത് മാസ്റ്റർബേഷൻ അല്ല ആക്ച്വലി ഇവിടുത്തെ വില്ലൻ ലാക്ക് ഓഫ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ആണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ മിക്കവർക്കും കിട്ടുന്നത് പോണിൽ കൂടിയാണ്. പോൺ ഈസ് നോട്ട് റിയൽ സെക്സ്. സോ പോണിൽ കൂടെ കിട്ടുന്ന ഐഡിയ വെച്ചിട്ടാണ് പലരും പോൺ അല്ലെങ്കിൽ ഇറോട്ടിക് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് പലരും സെക്സിനെ അല്ലെങ്കിൽ പലരും അതർ ജെൻഡറിനെ കാണുന്നതും സമീപിക്കുന്നതും. സോ അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്, അല്ലാതെ മാസ്റ്റർബേഷന് ഉള്ള ഒരു പ്രശ്നമേ അല്ല. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് നോളജ്, ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് തിങ്സ് ഈസ് ദ പ്രോബ്ലം. മാം, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല ബുക്സ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള സജസ്റ്റ് ചെയ്യാവോ? പ്ലാൻഡ് പാരന്റ്ഹുഡ് നല്ലൊരു, ഇപ്പൊ പ്ലാൻഡ് പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതൊരു നല്ല വെബ്സൈറ്റ് ആണ്. amaze.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ റീച്ച് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് വെബ്സൈറ്റ് സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ. ആൻഡ് ഇഫ് യു ആർ എ
പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തർഷിയുടെ ബുക്സ് ഉണ്ട്, അത് വളരെയധികം നല്ലതാണ്. ഇതിനെപ്പറ്റി തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ സൈറ്റുകളും ബുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ കേസ് ബുക്സ് ഒക്കെ ഉണ്ടോ? തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നത് ഒരുപാട്. നമുക്കിപ്പോ ഇതുപോലെ പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന മിസ്ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ്, പോണിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ, ഇറോട്ടിക് ബുക്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ, ഇതൊക്കെ തെറ്റായ വിവരങ്ങൾ നൽകുന്നതാണ്. ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ശരിയായ റൈറ്റ് ഇൻഫോർമേഷൻ തരുന്ന വെബ്സൈറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിഹാരിക, ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ പലതും എടുത്തില്ല അല്ലെ? ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കമന്റ് ആണ് ആദ്യം, പിന്നെ ഒരു ക്വസ്റ്റ്യനുമാണ്. ഫസ്റ്റ് കമന്റ് പറയുന്നത്, എപ്പോഴാണ് മാസ്റ്റുർബേഷൻ തെറ്റായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, സെമനൊക്കെ ഒരു ജീവന്റെ പരിവേഷം പലപ്പോഴും പല മത ഗ്രന്ഥങ്ങളിലും കൾച്ചറുമായിട്ട് വരുന്നുണ്ട്. സത്യത്തില് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തതല്ലേ അത്? അതൊരു സെല്ല് മാത്രമാണ്. അതിപ്പോ ഇപ്പൊ നമ്മുടെ തലേന്ന് കൊഴിഞ്ഞു പോകുന്ന മുടിയിൽ വരെ ഉണ്ടാവില്ലേ അത്? അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ഗിൽറ്റ് വരുന്നതെന്നുള്ളൊരു തോന്നല് ഉണ്ടായിട്ടുണ്ട്. കളയുന്ന നഖത്തിലില്ലേ? അതെ, പലർക്കും അങ്ങനെ ഒരു ഗിൽറ്റ് വരാൻ തെറ്റാണ് എന്ന് തോന്നുന്നതിന് പ്രധാന ഘടകം അതല്ലേ എന്നാണ് എന്റെ ഒരു. അതുകൊണ്ടാണ് മതപരമായ കാര്യം എന്ന് പറയുന്നത്. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. റിലീജിയന്റെ ഇടപെടലാണ് പ്രധാനമായിട്ടും ഇതൊരു തെറ്റാണ്. കാരണം റിലീജിയൻ ഫോക്കസ് ചെയ്യുന്നത് പ്രൊക്രിയേഷനിൽ മാത്രമാണ്. സോ ആ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഇത് തെറ്റാണെന്ന് തോന്നുന്നത്. കാരണം മാസ്റ്റുർബേറ്റ് ചെയ്യുമ്പോൾ പ്രൊക്രിയേഷൻ നടക്കുന്നില്ല അവിടെ. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊക്രിയേഷൻ പ്ലഷർ മാത്രമേ ഉള്ളൂ. സോ റിലീജിയൻ ഫോക്കസ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പ്രൊക്രിയേഷനെ മാത്രമാണ്. പ്ലഷർ എന്നുള്ളൊരു ആസ്പെക്ടിനെ റിലീജിയൻ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഒരു ചോദ്യം എന്നുള്ള രീതിയിലുള്ളതും ഒന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് മതി. സോറി കഴിഞ്ഞു അത്രേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് they are only focusing on the procreation side, not about the pleasure side. And pleasureനെ പറ്റി ആരും സംസാരിക്കാറില്ല. ഈവൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ പോലും ഇപ്പോഴാണ് റീസെന്റ് ആണ് പ്ലഷർ എന്നുള്ള ഒരു ഫാക്ടർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലും ഇറ്റ് വാസ് മോർ ഓഫ് അതിന് ആബ്സെന്റിസം എന്നുള്ള രീതിയിലായിരുന്നു സെക്സ് എഡ് പോലും കൊടുത്തുകൊണ്ടിരുന്നത്. സോ പ്ലഷർ എന്നുള്ള ഒരു കാര്യം നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ പോലും ഉൾപ്പെടുത്തിയിട്ട് അധികം കാലമായിട്ടില്ല. ക്വസ്റ്റ്യൻ ഉള്ള പാരന്റ്സിൽ പലരും ഇത്രത്തോളം അറിവ് ഇല്ലാത്ത, ഈ വിഷയത്തിൽ അറിവില്ലാത്ത ആൾക്കാരാണ്. അവർ ബയാസ്ഡ് ആണ് എന്നുള്ളത് പറയാം. അപ്പൊ അവരുടെ കുട്ടികൾ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കണ്ട് അവര് അതൊരു തെറ്റാണെന്നുള്ള രീതിയിൽ കുട്ടിയെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ വരിക, അല്ലെങ്കിൽ ആ രീതിയിൽ എപ്പോഴെങ്കിലും സമീപിക്കും. ഇങ്ങനെ ഒരു തെറ്റായ കാര്യം കുട്ടി എന്ന് പറയുമ്പോൾ അതിനോട് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. ഓക്കെ, സോ നമ്മൾ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മാസ്റ്റുർബേഷൻ തെറ്റാണെന്ന് തോന്നുന്നത്? അഗെയിൻ ഈ റിലീജിയസ് കൾച്ചറൽ ഇന്റർഫിയറൻസ്. രണ്ടാമത്തത് മാസ്റ്റുർബേഷൻ ഒരു തെറ്റല്ല, നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് അഡിക്ഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ മാറിപ്പോവാനോ ഒന്നും കാരണമാവുന്നില്ല എന്നുള്ളത് കാര്യം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ആൻഡ് തേർഡ് ആൻഡ് ലാസ്റ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്, പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അവരുടെ കുട്ടി എന്നുള്ളത് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്. അവരുടെ പ്രൈവസി, അവരുടെ ബൗണ്ടറി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം. കാരണം ഫോർ എക്സാമ്പിൾ റൂമിൽ കുട്ടിയുടെ റൂമിലോട്ട് പോകുമ്പോൾ ഡോർ നോക്ക് ചെയ്യുക തുടങ്ങിയുള്ള റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ഫോളോ ചെയ്യാം. ഇപ്പോ പെട്ടെന്ന് റൂം തുറന്ന് നോക്കുമ്പോ കുട്ടി മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കണ്ട് അത് കുട്ടിയുടെ കുഴപ്പമല്ല. ഇറ്റ് ഈസ് ദ പാരന്റ്സ് പ്രോബ്ലം. പാരന്റ് ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല. സോ ആ റെസ്പെക്ട്ഫുൾ ബിഹേവിയർ കാണിക്കുക. ആൻഡ് ഇറ്റ് ഈസ് വളരെ നോർമൽ ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് ആർ സെക്ഷൽ ബീങ്സ്. ഹലോ. യെസ് സാമൻ.
അല്ല, നേരത്തെ ആള് പറഞ്ഞേ എങ്ങനെ മാതാപിതാക്കളുമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? എങ്ങനെ അപ്പൊ മാനേജ് അതിന് ചെയ്യാൻ ഇഫ് യു വാച്ച്ഡ് യുവർ ചൈൽഡ് മാസ്റ്റർബേറ്റ്, ഒന്നും പറയാതെ ഡോർ ക്ലോസ് ചെയ്ത് തിരിച്ചു പോരുക. ബിക്കോസ് നമ്മളാണ് അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറിയത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഇനീഷ്യേറ്റ് എ കോൺവെർസേഷൻ, പ്രോബബ്ലി ഇനീഷ്യേറ്റ് ചെയ്ത കോൺവെർസേഷൻ എന്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഹൈജീനിനെ കുറിച്ചിട്ടായിരിക്കണം. ഹൈജീനിനെ കുറിച്ച് ഞാൻ മാസ്റ്റർബേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റ് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. കാരണം മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക, അതുപോലെ മൂർച്ചയുള്ളതോ അതുപോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഈ മൂർച്ചയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അപകടപരമായ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മാസ്റ്റർബേറ്റ് ചെയ്യാനായിട്ട്. സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, സ്റ്റെറിലൈസ് ചെയ്യേണ്ട ടോയ്സ് ആണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക, പ്രോപ്പർ ഹൈജീൻ ഫോളോ ചെയ്യുക, മാസ്റ്റർബേഷന് ശേഷം വാഷ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോപ്പർ ഹൈജീൻ ഫോളോ ചെയ്യുക. അതുപോലെ പാർട്ട്നേർഡ് മാസ്റ്റർബേഷൻ ആണെങ്കിൽ അഗെയിൻ കൺസെന്റ് എന്നുള്ള കാര്യം നോക്കുക, കൺസെന്റ് ചോദിക്കുക, എന്താണ് പാർട്ട്ണർക്ക് ഇഷ്ടം എന്നുള്ളത് ചോദിച്ചറിയുക. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിക്കേണ്ടതുള്ളൂ. ആൻഡ് അഗെയിൻ ഇഫ് കുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ദ ഡോർ ആൻഡ് ഗോ ഔട്ട് ഓഫ് ദ റൂം. കാരണം നമ്മളാണ് അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറുന്നത്. പിന്നെ വേറൊരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് പബ്ലിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇറ്റ്സ് എ പ്രൈവറ്റ് ആക്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇഫ് യു ആർ സീയിങ് ദാറ്റ് കുട്ടി പബ്ലിക് പ്ലേസിൽ ഇരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കണം, അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. വേറൊരു പ്രതിവിധിയും കൂടിയുണ്ട്, അത് പറയാമോ? യെസ്. അതായത് നിങ്ങൾ വേറൊന്നും വേണ്ട, ഈ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബയോളജി ടെക്സ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. എല്ലാവരും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാണെന്ന് മനസ്സിലാവും. ഒരു ജീവിയാണ്, നമ്മളെല്ലാം ഒരു ജീവിയാണ്, മനുഷ്യജീവി. ഹോമോസാപ്പിയൻസ് എന്ന് സയന്റിഫിക് നെയിമുള്ള മനുഷ്യജീവിയാണ്. അപ്പം ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ജീവികൾ, ഇപ്പൊ പട്ടി, പൂച്ച, ചിലതരം അണ്ണാൻ, ഈ മങ്കി, ഇവരെല്ലാം മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അറിവാണ്. എല്ലാ ജീവികളെയും പോലെയുള്ള ഒരു ജീവിയാണ് നമ്മളെന്നും സാധാരണ ലൈംഗിക സംഭവങ്ങൾ തന്നെയാണ് നമുക്കും ഉള്ളത്, ബാക്കി എല്ലാ ജീവികളെയും പോലെ ഉള്ളതെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മാസ്റ്റർബേഷൻ തെറ്റാണെന്നുള്ള മിഥ്യാധാരണ അങ്ങ് മാറി. അപ്പൊ ബാക്കി നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും കാണാം, ബാക്കി ജീവികളുണ്ട്, ഇങ്ങനെ പട്ടി, പൂച്ചയും കുരങ്ങന്മാരും ഒക്കെ സുഖമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. അതുപോലത്തെ ഒരു ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു ആ ജീവിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ വെറുതെ ബയോളജി ടെസ്റ്റ് എടുത്ത് പഠിച്ചാൽ മതി, നമ്മുടെ ശരീരഭാഗങ്ങളും കാര്യങ്ങളും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ട് വീൽ വൈൻഡ് അപ്പ്, ബിക്കോസ് ചാറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലൈക്ക് നമ്മളത് ഓൾറെഡി കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, സോ ഇറ്റ് വിൽ ബി എ റിപ്പീറ്റേഷൻ ഐ തിങ്ക്. ആണോ? ഓക്കെ. ഇല്ല, ഒരെണ്ണം ഉണ്ടായിരുന്നു, ക്യാൻ ദിസ് മാസ്റ്റർബേഷൻ അർജ് ഗെറ്റ് റെഡ്യൂസ്ഡ് വിത്ത് ഏജ്? അതിന് റെഡ്യൂസ് വിത്ത് ഏജ് എന്നുള്ള അഗെയിൻ സയന്റിഫിക് ബാക്കപ്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടെ ലിബിഡോ അനുസരിച്ചിരിക്കും, ഹൗ പീപ്പിൾ എൻജോയ് സെക്സ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതിനൊരു ഏജ് ബാരിയർ ഒന്നുമില്ല. സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് ഫ്രം ടീനേജേഴ്സ് ടു അഡൾട്ട്, ഓൾഡർ പീപ്പിളിൽ വരെ ദേ എൻജോയ് മാസ്റ്റർബേഷൻ എന്നാണ് സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനൊരു ഏജ് ലിമിറ്റോ ടൈം ലിമിറ്റോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. മാം, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യാണ്, നമ്മുടെ ടെക്സ്റ്റുകളിലും ഈ പ്രൈമറി എഡ്യൂക്കേഷനിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള അറിവും മറ്റും പരിമിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലും മറ്റും വന്നിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് നമുക്ക് ഇതിനെപ്പറ്റി കൃത്യമായ അറിവുകൾ ഉണ്ടാക്കാൻ ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം മോഡേൺ ലൈഫിൽ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ അക്കാഡമിക് സിസ്റ്റംസിലൊക്കെ ഇതിന് മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ?
കഴിയുമല്ലോ. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് എഡ് കേരള പോലെയുള്ള ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇതിനു വേണ്ടി ഇനീഷ്യേറ്റ് എടുക്കുന്ന സ്കൂൾസ് ഉണ്ട്. ഇത് കരിക്കുലത്തിന്റെ ഭാഗമായി വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. പക്ഷെ കരിക്കുലത്തിന്റെ ഭാഗമാകുന്നത് വരെ ഇതുപോലെയുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുക, ഇതിനെപ്പറ്റി വായിക്കുക. നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ സെക്സ് എഡ് വളരെ ചെറുപ്പം മുതലേ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മാറ്റം എന്തായാലും ഉണ്ടാവും. നമുക്ക് കിട്ടാത്ത അറിവുകൾ, നമ്മുടെ ചെറുപ്പകാലത്ത് കിട്ടാത്ത അറിവുകൾ നമ്മളിപ്പോ നമ്മുടെ കുട്ടികൾക്ക് പങ്കുവെക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ എന്ന് വിചാരിച്ച് നമ്മൾ അത് അറിവ് നേടാതിരിക്കുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നമ്മൾ അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ തീർക്കാനും ശ്രമിക്കുന്നില്ലേ. സോ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് സോ നിഹാരിക, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫീമെയിൽ ഓർഗാസം വരാൻ എത്ര ടൈം എടുക്കും? അഗൈൻ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. സോ അത് ഈ ഓർഗാസത്തിനെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് മാസ്റ്റർബേഷൻ. കാരണം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർഗാസം അച്ചീവ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ടച്ചസ് ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി മാസ്റ്റർബേഷൻ ഹെൽപ്പ്. സോ അത് ഓർഗാസം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും കണ്ടുപിടിക്കേണ്ടതാണ്. അവർക്ക് എങ്ങനെയാണ് ഓർഗാസത്തിൽ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് ഓരോ വ്യക്തിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം അവരുടെ ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ്. ശരീരം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കേണ്ടത് ആ വ്യക്തിയുടെ തന്നെ ആ വ്യക്തിക്ക് മാത്രമേ പറ്റൂ. ഓക്കെ, ടൈം എക്സീഡ് ചെയ്തു. സോ can we hand over to the person to wind up? Yes, I think ഇത് one last question. doubts ഉണ്ടാവുന്നു തോന്നുന്നു. So I think we can. One last question. Yes, മുഹമ്മദ്. മാം, ഇപ്പം ഈ സെക്ഷൽ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ മോഡുകളിലൂടെ ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള സെക്സ് ചെയ്യാന്നുള്ളതിന് പ്രത്യേക ഗോൾഡൻ റൂൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇതെല്ലാം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണം, ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റുകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കുന്നതും കണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും മറ്റും മനസ്സിലാക്കുന്ന ഇത്രയും റൂൾസ് അല്ലല്ലോ. നമുക്ക് തികച്ചും പേഴ്സണൽ ആയ ഒരു കാര്യമല്ലേ അത്. ഇപ്പോൾ എങ്ങനെ ചെയ്യണം, അതിപ്പോൾ പുതിയതായിട്ട് ഓരോ മോഡ്സും ഓരോരുത്തർക്കും നമ്മളിപ്പം കണ്ടിട്ടില്ലാത്ത പല രീതിയിലും ചെയ്യുന്നവർ ഉണ്ടാകുമല്ലോ. അപ്പം തികച്ചും പേഴ്സണൽ ഒരു കാര്യമാണോ ഈ എങ്ങനെ ചെയ്യണമെന്നുള്ളത്? സോറി മുഹമ്മദ്, എനിക്ക് മനസ്സിലായി. അതായത് ഇതിന്റെ മെത്തേഡ്സിനെ പറ്റിയാണ് ചോദിച്ചത് മാം. ഇങ്ങനെ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, ഉറപ്പിച്ച് പറയാൻ. അത് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കത്തില്ലേ ഓരോ വ്യക്തിയുടെ ഇതനുസരിച്ച്, താല്പര്യം അനുസരിച്ച് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ മാറില്ലേ മാം? അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ കഴിയില്ലല്ലോ. പേഴ്സണൽ സെൻട്രിക് എന്ന് പറയുന്നതിന്റെ കാരണമല്ല, വ്യക്തിഗതമാണെന്ന് പറയുന്നത് അതുകൊണ്ടല്ല. ഇറ്റ്സ് പേഴ്സണൽ സെൻട്രിക്. നമുക്ക് ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വർക്കാവുന്ന ഒരു ടൈലർ മെയ്ഡ് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് അത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ എന്ന് അതുകൊണ്ടല്ലേ പറയുന്നത്. അതെ മുഹമ്മദ്, പലർക്കും പല രീതികളാണ് ഇഷ്ടപ്പെടുന്നത്. മുഹമ്മദ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലല്ലേ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ലേ, പബ്ലിക് ആയിട്ട് ഇത് പറയണമെന്നുള്ള ചോദ്യമല്ലേ? ജനറൽ റൂൾസ് ഒന്നും നമുക്ക് ഇത് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോസിലൂടെയും മറ്റും കണ്ടൊക്കെ മനസ്സിലാക്കുന്ന ഈ മെത്തേഡ്സ് മാത്രമേ ഫോളോ ചെയ്യാൻ കഴിയില്ലല്ലോ. പേഴ്സണലായിട്ട് പല നമ്മളൊരു അറിയാത്ത രീതിയിലുള്ള പല മെത്തേഡ്സും മനുഷ്യർ ഉണ്ടാകുമല്ലോ മാം. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ജനറൽ റൂൾ പറയാൻ കഴിയില്ലല്ലോ. സോ മുഹമ്മദ്, നമ്മളിവിടെ ഒരു റൂളും പറയുന്നില്ല. ഓൺലി ഫ്യൂ റൂൾസ് യു ഹാവ് ടു ഫോളോ ഇസ് ദ കൺസെന്റ് ഓഫ് ദ അതർ പേഴ്സൺ. ആ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ കംഫർട്ട്, ഇത്രയും റൂൾസ് പറയുന്നുള്ളൂ. ബാക്കി എന്തും എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ. അല്ലാതെ ജനറൽ റൂൾസ് ആയിട്ട് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ജനറൽ റൂളും ഇല്ല. ഞാൻ ഇപ്പൊ മാസ്റ്റർബേഷനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, മാസ്റ്റർബേഷൻ ദിവസം 5 നേരം ചെയ്യുന്നതും മാസ്റ്റർബേഷൻ ചെയ്യാത്തതും ഒരുപോലെ നോർമൽ ആണെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ എന്നാണ് പറഞ്ഞത്. ആൾക്കാർക്ക് അനുസൃതമായിട്ട് അത് മാറ്റം ഉണ്ടാവും. സോ കംപ്ലീറ്റ്ലി ആൾക്കാർക്ക്
വാട്ട് ഒരാൾക്ക് എന്താണ് വർക്ക് ആവുക, ഒരു വ്യക്തിക്ക് എന്താണ് വർക്ക് ആവുക, അതാണ് അവർ നോക്കേണ്ടത്. ഓൺലി തിങ് നമുക്ക് നോക്കേണ്ടത് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറുടെ കൺസെന്റ്, ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ കംഫർട്ട്, ഇന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ മാം, അല്ലാതെ വേറെ രീതി പറഞ്ഞല്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം കൺസെന്റ് ആണ്, ബൗണ്ടറീസ് ആണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഇപ്പോ മാസ്റ്റർബേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൺ ദ പേഴ്സണൽ സൈഡിലാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, അത് വളരെയധികം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അത്രയും കാര്യങ്ങളെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഒരു കാര്യം പറയുന്നത്, എല്ലാവരും ഇതില് ഇപ്പൊ വന്നിട്ടുള്ള എല്ലാവരും സെക്സ് എഡ്യൂക്കേഷൻ അറിയാനും വായിക്കാനും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കേരള ഇതിന് വിശദമായിട്ട് ഇതിനെ എല്ലാം പറയുന്നു. ഓക്കെ, താങ്ക് യു സേമൻ. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. സെക്സ് എഡ്യൂക്കേഷൻ കേരള പേജ് അപ്രോച്ച് ചെയ്യാനാണ് പറയുന്നത്. സഫ്രീന കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. ഇത് നമ്മളുടെ 5th ഡിസ്കഷൻ ആയിരുന്നു. 2 ക്ലബ് ഹൗസ് ടോക്സും 2 വെബിനാർസും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നല്ലേ? പിന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇതുപോലൊരു ക്ലാസ്സിന് വേദി ഒരുക്കിയ സെക്സ് എഡ്യൂക്കേഷൻ കേരള ടീമിനും ജെൻഡർ ഇൻക്ലൂസീവ് ഇന്റർസെക്ഷൻ ഫെമിനിസ്റ്റ് ഗ്രൂപ്പായ ബിയോണ്ട് പിങ്കിനും ഓൾ ടൈം ലവ് NGO ബൈ സൈക്കോളജി സ്റ്റുഡൻറ് സ്പ്രെഡിംഗ് ലവ്, എഞ്ചിനീയറിംഗ് ഗ്രീൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ്, പിന്നെ ലൈംഗിക അതിക്രമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന എന്നിവർക്കും ഇത്രയും നേരം നമുക്കൊപ്പം ചിലവഴിച്ച അറിവ് നൽകിയ രതി മനോജിനും ക്ലാസ് കേട്ടിരുന്ന നിങ്ങളെല്ലാ ഓഡിയൻസിനും ഈ വെബിനാർ വിജയമാക്കി തീർത്ത ഓരോരുത്തർക്കും എന്റെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വെബിനാർ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. മാമിന്റെ കോണ്ടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? മാം മൈക്ക് ഓഫ് ആണ്. Sorry, I was talking here. Sorry about that. Okay. ഞാനത് മിസ്സായിരുന്നു ഇടയ്ക്ക്. Sorry about that. സെഫ്രീന ജസ്റ്റ് കൺക്ലൂഡിംഗ് നോട്ട് പറഞ്ഞേ ഉള്ളൂ. മുഹമ്മദ് വാസ് ആസ്കിംഗ് കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്യാമോന്ന്. എന്റെയോ? ഓക്കെ, എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഷെയർ ചെയ്താൽ മതിയോ? And Niharika, I'll share with you and you can share in the group. That will be fine. Yes, sure. Okay. So yes, അതായിരിക്കും നല്ലത്. Okay, thank you everyone for attending. It was really nice. Thank you. Thank you for the opportunity.